അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ അങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടി തീർച്ചയായിട്ടും അന്വേഷിക്കും. ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിൽ നടത്തി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരാൾ ഈ എഗ്രിമെന്റ് വെച്ച ഒരാൾ ഇല്ല എന്നാണ്. ആളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഈ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ്. IC ബാലകൃഷ്ണൻ ഈ കാര്യത്തിൽ പരിപൂർണമായി നിരപരാധിയാണ്. KPCC ഇങ്ങനൊരു സംഭവം അവിടുത്തെ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ KPCC പ്രസിഡന്റ് തന്നെ ഒരു അന്വേഷണ സംഘത്തെ വെച്ചു. ശരിയായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. അതിനകത്ത് ഒരിടത്തും IC ബാലകൃഷ്ണന്റെ കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. ഇരട്ടത്താപ്പിൻ്റെ എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇപ്പോഴത്തെ ഈ വയനാട്ടിൽ DCC ട്രഷറർ മകനും ആത്മഹത്യ ചെയ്തില്ലേ? ഒരു വരി വാർത്ത കൊടുത്തോ? ഇങ്ങനെയാകുമായിരുന്നോ? CPMൻ്റെ ഏതെങ്കിലും ഒരു നേതാവാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ടൊരു MLA യുടെ പേരും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. സഹകരണ നിയമന തട്ടിപ്പിൽ IC ബാലകൃഷ്ണൻ MLA നിരപരാധിയാണെന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ബത്തേരി അർബൻ സഹകരണ ബാങ്ക് മുൻ ചെയർമാൻ സണ്ണി ജോർജ് പറഞ്ഞത് കേൾക്കണം. ബാങ്കിൽ അനധികൃത നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA 17 പേരുടെ പട്ടിക നൽകിയിരുന്നു. കൊടുത്ത ലിസ്റ്റിൽ യോഗ്യതാ പരീക്ഷ എഴുതാത്തവരും ഉണ്ടായിരുന്നു. വഴിവിട്ട് നിയമനം നടത്തുന്നത് ആലോചിക്കാനായി മുതിർന്ന നേതാക്കൾ യോഗം ചേർന്നു. ഇതിന് കൂട്ടുനിൽക്കാത്ത തന്നെ സസ്പെൻഡ് ചെയ്തു. സണ്ണി ജോർജിന്റെ വെളിപ്പെടുത്തലാണിത്. ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ ഏതാണ്ട് 1.25 കോടി രൂപയാണ് കോൺഗ്രസ് അനുഭാവികളിൽ നിന്ന് അടിച്ചെടുത്തത്. ഇതിന് ഇടനില നിന്ന ട്രഷറർ വിജയൻ ആത്മഹത്യ ചെയ്തതോടെ തട്ടിപ്പ് വിപുലമായ അന്വേഷണത്തിലേക്ക് നീങ്ങി. ആ ഘട്ടത്തിലാണ് IC ബാലകൃഷ്ണൻ MLA വെള്ളപൂശാൻ കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങി എന്നത് പ്രത്യേകം ഓർക്കണം. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സുരേഷ് താളൂർ CPIM, അഡ്വക്കേറ്റ് വസന്ത് സുരേഖ് കോൺഗ്രസ്, അഡ്വക്കേറ്റ് ലാൽകുമാർ ഇടതു നിരീക്ഷകൻ. ഇപ്പോൾ സുരേഷ് താളൂര് നമ്മൾക്കൊപ്പം വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. CPMൻ്റെ വയനാട് ജില്ലാ കമ്മിറ്റി അംഗമാണ്, KSK2ൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. സുരേഷ്, ഞാൻ ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വളരെ കാര്യമായി ഇക്കാര്യത്തിൽ കുറേ ദിവസങ്ങളായി ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്താതിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ചില ഭാഗങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കരാർ വെച്ചയാളെ കണ്ടെത്താനായില്ല, അതുപോലെ തന്നെ പാർട്ടിക്കൊരു പരാതിയും IC ബാലകൃഷ്ണന് എതിരെ കിട്ടിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയിരുന്നുവെങ്കിൽ പരിശോധിക്കുമായിരുന്നു. അതേസമയം അപ്പുറത്ത് രമേശ് ചെന്നിത്തല പറയുന്നു KPCC അന്വേഷണ കമ്മീഷനെ വെച്ചു, പരിശോധിച്ചു, കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തു, പക്ഷേ IC ബാലകൃഷ്ണൻ ഇതിൽ പങ്കില്ല. ഒരിടത്ത് പരാതിയെ വന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു പരാതി വന്നപ്പോൾ സണ്ണി ജോസഫ് കമ്മീഷൻ അങ്ങനെയാണ് വന്നത്, പരിശോധിച്ചു, അതിലൂടെ എല്ലാം പരിഹരിച്ചു എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് പറയുന്നു. വയനാട്ടിൽ ഉള്ള ആളെന്നുള്ള നിലയിൽ സുരേഷ്, എന്താണ് സത്യം? എന്താണ് ഇത് ഈ പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യം? എന്താണ്? 4 പതിറ്റാണ്ട് കാലം വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി ഉണ്ടായിരുന്ന വിജയേട്ടൻ, ആ വിജയേട്ടൻ ആത്മഹത്യ ചെയ്ത എന്തിനാണെന്ന് പറയാനുള്ള ബാധ്യത KPCC നേതാക്കന്മാർക്കുണ്ട്. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും അത് വിശദീകരിക്കാൻ തയ്യാറാവണം. കാരണം വിജയേട്ടൻ, കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്, വിജയേട്ടൻ സൗമ്യനായ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കൾ ഒരാളായിരുന്നു. അങ്ങനെ സൗമ്യനായ വിജയേട്ടൻ, അദ്ദേഹം സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി PSC എഴുതി ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വന്നത്. അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വന്ന് DCCയുടെ ജനറൽ സെക്രട്ടറിയായി, DCC അംഗമായി, DCC ജനറൽ സെക്രട്ടറിയായി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ട്രഷറായി, സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി, സർവീസ് സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്ററായി, അങ്ങനെ ദീർഘകാലത്തെ പൊതുബോധത്തിന് പരിചയമുള്ള വിജയേട്ടൻ ഒരു സുപ്രഭാതത്തിൽ പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകന് വിഷമൊഴിച്ചു കൊടുത്ത് ആ വിജയേട്ടൻ വിഷം കഴിക്കുകയും ചെയ്ത ആ 2 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് എന്താണ് പറയാനുള്ളത്? ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് പറയുന്നത്? കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി കളിച്ച IC ബാലകൃഷ്ണന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഗ്രൂപ്പ് മാനേജർമാരുടെ സംരക്ഷണമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. രമേശ് ചെന്നിത്തലയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും ന്യായീകരണത്തെ അങ്ങനെ മാത്രമേ കാണാൻ വേണ്ടിയിട്ടുള്ളൂ. ഇവിടെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പരാതിയുടെ കത്ത്, അതായത് ശ്രീമാൻ NM വിജയൻ
KPCC പ്രസിഡന്റ് ശ്രീമാൻ K. സുധാകരൻ അയച്ച കത്ത് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വളരെ മുമ്പേ അയച്ചിട്ടുണ്ട്. ആ കത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇങ്ങനെ ബാങ്ക് നിയമനത്തിന് വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച് പണം വാങ്ങി, അതിൽ IC ബാലകൃഷ്ണന്റെ കയ്യിലാണ് പണമുള്ളത്. ആ പണം വേറെ പലരോടും വാങ്ങിയിട്ടുണ്ട്. ആ പണം തിരികെ കൊടുക്കാത്തതിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അന്വേഷിക്കണമെന്ന് ശ്രീമാൻ KPCC പ്രസിഡന്റ് ശ്രീമാൻ NM വിജയൻ അയച്ച കത്ത് പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ശ്രീമാൻ അങ്ങനെയാണെങ്കിൽ അവിടെ സുരേഷ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ പാർട്ടിക്ക് മുമ്പിൽ ഒരു പരാതിയുമില്ല എന്ന് VD സതീശൻ പറഞ്ഞത് കളവാണെന്നാണോ? അതെ, തീർച്ചയായും. VD സതീശൻ കണ്ണടച്ചാൽ VD സതീശൻ ഇരുട്ടാവും. പക്ഷെ കേരളക്കാർക്ക് ഇരുട്ടാവില്ല. ഈ വയനാട്ടിലും സുൽത്താൻ ബത്തേരിയിലുമുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാർക്കും കോൺഗ്രസിന്റെ രണ്ടാം നിര നേതാക്കന്മാർക്കുമെല്ലാം മണ്ഡലാടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും എല്ലാം പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താണ് വയനാട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ സുരേഷ്, അങ്ങനെയാണെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ പാതി സത്യമുണ്ടെന്നാണോ? രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് കുറച്ചെങ്കിലും ശരി. അദ്ദേഹം കുറച്ചെങ്കിലും നീതിയോ, കാരണം KPCCക്ക് പരാതി പോവുകയും സുധീരൻ KPCC പ്രസിഡന്റ് ആകുമ്പോൾ പരാതി പോവുകയും ആ പരാതി സംബന്ധിച്ച് അന്വേഷിക്കാൻ വേണ്ടി സംസ്ഥാനത്ത് നിന്ന് കമ്മീഷൻ നിയമിച്ചിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ സംഷാദ് മരക്കാരും ഞാനും ഒരു ചാനലിന്റെ ചർച്ചയിൽ പങ്കു സംഷാദ് അഡ്മിറ്റ് ചെയ്താണ്. പച്ചക്കള്ളമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത്. ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ശ്രീമാൻ VD സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, KPCC ആഫീസിൽ പോയി ഫയൽ പരിശോധിച്ച് നോക്കണം. അവിടെ ശ്രീമാൻ IC ബാലകൃഷ്ണനെതിരെ വന്ന പരാതികൾ അദ്ദേഹത്തിന് കാണാൻ വേണ്ടി കഴിയും. സുധീരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന പരാതിയുണ്ട്. അതേപോലെ തന്നെ ശ്രീമാൻ K. സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന പരാതിയുണ്ട്. സുധീരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന പരാതിയെ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനുണ്ട്. അതിനുശേഷം വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നു. ആ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീമാൻ KE വിനയനും അതേപോലെ തന്നെ ഇപ്പോഴത്തെ അർബൻ ബാങ്കിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീമാൻ രാജശേഖരനും അതേപോലെ തന്നെ കേരളത്തിന്റെ വയനാടിന്റെ സംഘടനാ ചാർജുള്ള KPCC മെമ്പറും കൂടി അംഗമായിട്ടുള്ള 3 അംഗ കമ്മിറ്റി അന്വേഷണ കമ്മീഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ KPCCക്ക് ആകെ അറിയാവുന്നതാണ്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ KPCC വരെ നീളുന്ന, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വരെ നീളുന്ന തട്ടിപ്പാണിതിൽ. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് അങ്ങനെ പറയേണ്ടി വന്നത്. അതായത് പണം അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണോ വയനാട്ടുകാർ പറയുന്നത്? പണം അങ്ങോട്ടേക്ക് പണം ഇങ്ങനെ തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം ചുരമിറങ്ങി ഇങ്ങോട്ട് നേതാക്കളിലേക്കും നേതൃത്വത്തിലേക്കും വന്നിട്ടുണ്ടെന്നാണോ വയനാട്ടുകാർ പറയുന്നത്? സ്വാഭാവികമല്ലേ? വയനാട് ജില്ലയിൽ നടന്നിട്ടുള്ള ഈ വൻ തട്ടിപ്പ് ബത്തേരിയിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന, വയനാട്ടിലെല്ലാം മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന, പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകർക്കെല്ലാം അറിയാവുന്ന ഒരു തട്ടിപ്പ് ശ്രീ ചെന്നിത്തല മാത്രം അറിയുന്നില്ല, ശ്രീ VD സതീശൻ മാത്രം അറിയുന്നില്ല, ശ്രീ K. സുധാകരൻ മാത്രം അറിയുന്നില്ല എന്നതിന്റെ അർത്ഥം ഈ നേതാക്കന്മാർക്ക് ഇവരെല്ലാം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്. ഇവിടെ പ്രശ്നം, നിങ്ങൾ കോൺഗ്രസ്സുകാർ വിശദീകരിക്കേണ്ട ഒരു കാര്യം, 4 പതിറ്റാണ്ട് കാലം വയനാട് രാഷ്ട്രീയത്തിൽ സജീവമായി നിന്നിരുന്ന വിജയേട്ടൻ എന്തിനു മരിച്ചു? സുരേഷ് അത് നേരത്തെ സൂചിപ്പിച്ചു. സുരേഷ്, അതിലേക്ക് വരാം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് ശ്രീ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വയനാട്ടിൽ നിന്ന് ശ്രീ സുരേഷ് താളൂര് സംസാരിച്ചപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ ബോധ്യപ്പെടുന്ന വിധത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ആളുകൾക്ക് ഏറെ ബഹുമാനമുള്ള, കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്, ഇന്നലെ വന്ന CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിൽ, ഇന്നലെ ഇതിപ്പോൾ സൂചിപ്പിച്ച ഷംസാദ് മരക്കാർ ഇന്നലെ എൻ്റെ കൂടെ ഈ ചർച്ചയിലുണ്ടായിരുന്നു. തട്ടിപ്പ് എന്ന് പറയുന്നൊരു യാഥാർത്ഥ്യം കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചു കൊണ്ടാണ് അതിനകത്ത് മുന്നോട്ട് പോയതാണ് ഷംസാദ് ഇപ്പോൾ സുരേഷ് പറഞ്ഞോളൂ ഈ ചർച്ചയിൽ ഇന്നലെയും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ട്രഷറായിരുന്ന വിജയൻ്റെ മരണം, വിജയൻ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന് കോൺഗ്രസ് പാർട്ടി വിശദീകരിക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്ന സാഹചര്യം, എന്തുകൊണ്ട് വിജയൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? അതിലേറ്റവും ഗൗരവമായ വശം എന്താണെന്നറിയോ വസന്ത്? അവിടെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ഒരു അനുശോചനം അറിയിക്കുക പോലും ജില്ലാ ട്രഷററുടെ മരണത്തിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന തരം ഗൗരവമായ പ്രശ്നങ്ങളുണ്ട്. അത്രമേൽ ഒരു മനുഷ്യനെ കോൺഗ്രസ് തിരസ്കരിച്ചു. അതതിൻ്റെ ഒരു ഭാഗം. രണ്ടാമത് IC ബാലകൃഷ്ണന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഇന്ന് നടത്തിയത് വാസ്തവവിരുദ്ധമായ കളവായ വിശദീകരണമാണ് എന്ന് സുരേഷ് താളൂർ ഇവിടെ വിശദീകരിച്ചു വെച്ചു. താങ്കൾ അതേക്കുറിച്ച് കൂടി വിശദീകരിക്കണം, മറുപടി പറയണം. ശ്രീ ശരത്, അങ്ങ് എനിക്ക് അല്പസമയം നൽകണം. കാര്യം, ശ്രീ സുരേഷ് താളൂറും ഇന്നലെ ഇതിൽ പങ്കെടുത്ത കോൺഗ്രസ് പ്രതിനിധിയും ജില്ലാ പഞ്ചായത്ത് വയനാടിന്റെ പ്രസിഡന്റുമായ ഷംഷാദും ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളെ കണ്ട VD സതീശനും രമേശ് ചെന്നിത്തലയും പറഞ്ഞതൊക്കെയും സത്യമാണ്. അതിലൊരു ക്രോണോളജിക്കൽ ഇംബാലൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സുരേഷ് താളൂർ പറയുന്നതും VD സതീശൻ പറയുന്നതും തമ്മിൽ നിങ്ങൾക്ക് പൊരുത്തക്കേട് തോന്നുന്നത്.
നോക്കൂ, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അർബൻ ബാങ്ക് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഉയർന്നു വന്നത് DCC യോഗത്തിലാണ്. അവിടെ ഒരിടത്ത് പോലും ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് ഞാൻ ഇന്നലെ അടക്കം അവിടെയുള്ള സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചതാണ്. ഒരിടത്ത് പോലും വിജയേട്ടനോ അദ്ദേഹത്തിന്റെ മകനോ ഒരു പരാമർശം IC ബാലകൃഷ്ണനെതിരായോ മറ്റാർക്കെങ്കിലും എതിരായോ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളുടെ മറ്റ് DCC ഭാരവാഹികൾ ഉന്നയിച്ചു. അങ്ങനെ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന്റെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്ന ആള് അങ്ങ് നേരത്തെ കോട്ട് ചെയ്ത ഡോക്ടർ അടക്കമുള്ളവരാണ്, വിശ്വനാഥൻ അടക്കമുള്ളവരാണ്, ഡോക്ടർ സണ്ണി അടക്കമുള്ളവരാണ്. അങ്ങനെ വരുമ്പോഴാണ് KPCC അതിലൊരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുന്നത് 2019. ഇപ്പൊ സുരേഷ് താളൂർ പറഞ്ഞതുപോലെ ആ അന്വേഷണ കമ്മീഷന്റെ ചുമതലക്കാരൻ അവിടെ നിന്നുള്ള KPCCയുടെ ഭാരവാഹി KE വിനയനായിരുന്നു. ഒപ്പം ഞങ്ങളുടെ DCCയുടെ ഭാരവാഹി പ്രിയപ്പെട്ട രാജശേഖരൻ ചേട്ടൻ, ഒപ്പം DCCയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ബിനു തോമസ്. ഇവർ 3 അംഗ കമ്മിറ്റി 2019 ഈ പറയുന്ന അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അന്വേഷിക്കാൻ, അഴിമതി അന്വേഷിക്കാൻ, ക്രമക്കേടുകൾ അന്വേഷിക്കാൻ സിറ്റിംഗ് നടത്തി. ആ സിറ്റിംഗിൽ ഒരിടത്ത് പോലും വിജയേട്ടനോ അദ്ദേഹത്തിന്റെ മകനോ മൊഴി നൽകിയിട്ടില്ല. ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ പുറത്ത് അന്ന് നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ അന്നത്തെ KPCC പ്രസിഡന്റ് നേതൃത്വത്തിൽ KPCC ഒരു ആക്ഷൻ എടുത്തു. അങ്ങനെ ആക്ഷൻ എടുത്ത് ഞങ്ങൾ ചിലരെ പുറത്താക്കി. ഒന്നാമതായി ഞങ്ങൾ പുറത്താക്കിയത് ആ ബാങ്കിന്റെ ചെയർമാൻ, അന്നത്തെ ചെയർമാൻ ഡോക്ടർ സണ്ണിയാണ്. ആ ഡോക്ടർ സണ്ണി പുറത്താക്കപ്പെട്ടു. രണ്ടാമത് ഞങ്ങൾ പുറത്താക്കിയത് അന്നത്തെ ബാങ്കിന്റെ വൈസ് ചെയർമാനും ആ ബാങ്കിന്റെ സർവോപരി എല്ലാമായിരുന്ന വിശ്വനാഥനെയാണ്. ഇനി ഇവർ രണ്ടും ആരാണ് എന്ന് കേൾക്കണ്ടേ? ഡോക്ടർ സണ്ണി അതിനുശേഷം വസന്ത് ഒരു നിമിഷം. ഇത് പുറത്താക്കിയ ആളുകളോടുള്ള രാഷ്ട്രീയ വിശദീകരണത്തിനപ്പുറം ഇവിടെ താങ്കൾ അവിടെ കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുള്ള അന്വേഷണ കമ്മീഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. നേരത്തെ സുരേഷ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണ്? ഒരു പരാതിയും IC ബാലകൃഷ്ണനെതിരെ പാർട്ടിക്ക് ലഭിച്ചിട്ടില്ല. VM സുധീരൻ KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും അതിനുശേഷം K സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോഴും അദ്ദേഹം തുടരുകയാണല്ലോ, വിജയൻ്റെ പരാതി, ആത്മഹത്യ ചെയ്ത വിജയൻ്റെ പരാതി കോൺഗ്രസിന് മുമ്പാകെ വന്നിരുന്നു. അതിലടക്കം അതുപോലെ തന്നെ DCCയുടെ അറിവോടുകൂടിയാണ് പണം വാങ്ങിയിട്ടുള്ളത് എന്ന് പണം കൊടുത്തയാളുകൾ മാധ്യമങ്ങളോട് പറയുന്നത് വളരെ ശക്തമായി വന്നിട്ടുണ്ട്. അപ്പോൾ പരാതി ഉണ്ടായിരുന്നു. സുധീരൻ്റെ കാലത്തും സുധാകരൻ്റെ കാലത്തും വിജയൻ പരാതി കൊടുത്തിരുന്നു. ശരിയോ തെറ്റോ? ശ്രീ ശരത്, അങ്ങ് ഇടപെടുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നോക്കൂ, ഞങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞല്ലോ. ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുമായി ബന്ധപ്പെട്ട് വിവിധ ആരോപണങ്ങൾ ഉണ്ടെന്നേ, വിവിധ പരാതികളുണ്ട്. അവിടെ ഒരിടത്ത് പോലും IC ബാലകൃഷ്ണനെതിരെ പരാതിയില്ല. KPCCക്ക് പോയ പരാതിയിലോ? KPCCക്ക് പരാതിയില്ലല്ലോ. ഞങ്ങൾ പുറത്താക്കിയ വിശ്വനാഥനല്ലേ 2021 സ്ഥാനാർത്ഥിയായത്? വിജയൻ കൊടുത്ത വിജയന്റെ കത്തിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. വിജയന്റെ കത്തിനെ കുറിച്ചാണ്. ആത്മഹത്യ ചെയ്ത വിജയൻ, ജില്ലാ ട്രഷറർ ആയിട്ടുള്ള വിജയൻ KPCCക്ക് കൊടുത്ത കത്ത്. അങ്ങനെ ഒരു കത്തില്ല. എവിടെയാണ് കത്ത്? നിങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. അങ്ങനെയൊന്നുമില്ല. ഒരു നിമിഷം, അത് ക്ലിയർ ചെയ്തു പോവാം. സുരേഷ് ഒരു മിനിറ്റ്. കോൺഗ്രസ് പ്രതിനിധി വയനാട്ടിലെ കോൺഗ്രസ്സുകാരോട് ഫോൺ വിളിച്ച് പ്രാഥമിക വിവരങ്ങൾ മനസ്സിലാക്കണം സാർ. കാരണം വിശ്വനാഥൻ എന്ന് പറയുന്ന സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ മത്സരിച്ച വിശ്വനാഥനെ നിങ്ങൾ കോൺഗ്രസ് ഒന്നും പുറത്താക്കിയിട്ടില്ലെന്നേ. നിങ്ങൾ അതിന്റെ വാർത്തയിലേക്ക് അദ്ദേഹത്തെ നിങ്ങൾ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയിൽ വന്നതിന് ശേഷം പാർട്ടി നിർദ്ദേശപ്രകാരം അർബൻ ബാങ്കിലെ ചെയർമാൻ സ്ഥാനം, മെമ്പർ സ്ഥാനം, ഡയറക്ടറാണ് അദ്ദേഹം, ഒരിക്കലും വൈസ് ചെയർമാൻ അല്ല. അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പച്ചക്കള്ളം ശ്രീ സതീശനെ നിങ്ങൾ പിന്തുടരരുത്. നിങ്ങൾ ആദ്യം സമ്മതിക്കുകയും പിന്നെ MS വിശ്വനാഥൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മെമ്പറും സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിമാരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. നിങ്ങൾ നടപടി എടുത്തിട്ടില്ല. നിങ്ങൾ അന്നത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്തു നോക്കൂ. നിങ്ങൾ ആള് മാറി പറയരുത്. അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല. അദ്ദേഹം പാർട്ടി ചേർന്നതിന് ശേഷം പാർട്ടി നിർദ്ദേശിച്ചു കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള കോൺഗ്രസ്സുകാരനായതുകൊണ്ട് കിട്ടിയ ഡയറക്ടർ സ്ഥാനം നിങ്ങൾ രാജിവെച്ചോളൂ എന്ന് ഞങ്ങൾ രാജിവെക്കാൻ നിങ്ങൾ പുറത്താക്കിയിട്ടില്ല. തെറ്റായ വാർത്തയാണ്. ശരി, അടുത്ത പോയിന്റ് സുരേഷ്. അടുത്ത പോയിന്റ്, നിങ്ങൾ കത്ത് സുധീരന്റെ കാലത്തടക്കം കൊടുത്ത വിജയന്റെ പരാതി കത്ത്, അത് പരാതിയാണ്, അതിൽ ഈ പരാമർശങ്ങളുണ്ട് എന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം നിഷേധിച്ചു. കോൺഗ്രസ് പ്രതിനിധി വസന്ത്. സുരേഷ്, ചുരുക്കത്തിൽ താങ്കൾക്ക് അതിന് കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ എന്നിട്ട് വസന്തിലേക്ക് പോകാം. അതായത് ശ്രീമാൻ IC ബാലകൃഷ്ണന്റെ പേര് വെച്ച പരാതി NM വിജയേട്ടൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ട ഒരു കരാർ ഉടമ്പടി ഉണ്ട്. 30 ലക്ഷം രൂപ. ഞാൻ വേണം, ആ കരാർ ഉടമ്പടി എന്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ വായിക്കാം. വായിക്കാൻ വേണം, ഒരു മിനിറ്റ്. കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലും അതേപോലെ തന്നെ മടക്കിമല സർവീസ് സഹകരണ ബാങ്കിലോ വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ
ഒന്നാം കക്ഷിയുടെ മകനെ നിയമിക്കാമെന്ന് DCC പ്രസിഡന്റും MLAയുമായ ശ്രീ IC ബാലകൃഷ്ണൻ അവരുടെ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ വയനാട് DCC ഖജാൻജിയായ രണ്ടാം കക്ഷി 30 ലക്ഷം രൂപ ഇതിലെ ഒന്നാം കക്ഷിയുടെ പക്കൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പിന്നെ ജോലി കൊടുക്കാൻ കഴിയാതെ വന്നാൽ ഈ തുക കൊടുത്തുകൊള്ളാമെന്ന്, അതായത് 30 ലക്ഷം രൂപ 7% പലിശ നിരക്കിൽ കൊടുത്തുകൊള്ളാമെന്ന് ശ്രീ IC ബാലകൃഷ്ണന് വേണ്ടി ഖജാൻജിയായ ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് പറഞ്ഞ് NM വിജയൻ ഒപ്പിട്ട് കൊടുത്ത ഉടമ്പടി രേഖയുണ്ട്. ആ ഉടമ്പടി രേഖ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ് വ്യാജം നിങ്ങൾ പറയൂ. NM വിജയന്റെ ഒപ്പ് വ്യാജമാണോ? 4 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ മൂവർണ്ണ കൊടി പിടിച്ച് വയനാട് ജില്ലയിൽ ഉടനീളം കോൺഗ്രസിനെ കെട്ടിപ്പൊക്കാൻ വേണ്ടി പ്രവർത്തിച്ച NM വിജയന്റെ ഒപ്പാണോ വ്യാജം? 200 മുദ്രപത്രമാണോ വ്യാജം? IC ബാലകൃഷ്ണൻ പറഞ്ഞാണോ വ്യാജം? VD സതീശൻ പറഞ്ഞാണ് വ്യാജം? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഏതാനും ചില കോൺഗ്രസുകാർ കണ്ണടച്ചാൽ നിങ്ങൾക്കിരുട്ടാവും. വസന്ത് മറുപടി വിശദീകരണം വേണം. സമയം അനുവദിക്കണം. ഒന്ന്, വിജയേട്ടനെ പറ്റി അങ്ങയുടെ ക്ലാസ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ കോൺഗ്രസുകാരുടെ നേതാവാണ് വിജയേട്ടൻ. പോലും പ്രിയങ്ക ഗാന്ധി ഇറക്കാതിരുന്നത് അനുശോചനം പോലും പറഞ്ഞിട്ടില്ല MP. അതെന്തേ? ഇല്ല, പറയട്ടെ. ശ്രീ സുരേഷ് പറഞ്ഞ 2-3 കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒന്ന്, വിശ്വനാഥനെ അന്വേഷണ വിധേയമായി വിശ്വനാഥനും ഡോക്ടർ സണ്ണിയും അടക്കമുള്ളവരെ ഞങ്ങൾ പുറത്താക്കി. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 13-അംഗ കമ്മിറ്റിയെയും മത്സരത്തിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ അവതരിപ്പിച്ചു. പക്ഷെ നിങ്ങൾ ഇതേ വിശ്വനാഥനെയും ഇതേ സണ്ണിയെയും ആ ബാങ്കിൽ മത്സരിപ്പിച്ചു. അതിനുശേഷം നിങ്ങൾ നിയമസഭയിൽ മത്സരിപ്പിച്ചു. അത് നിങ്ങളുടെ ഇഷ്ടം, എന്തോ ആയിക്കോട്ടെ. ഇനി രണ്ടാമത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? അത് അഡ്വക്കേറ്റ് ലാൽകുമാർ ഈ ചർച്ചയിലുണ്ടല്ലോ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം നിയമവിദഗ്ധനാണല്ലോ. ഞാനും ലാൽകുമാറും കൂടെ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ആരുടെ പേരിൽ? ഞങ്ങളുടെ എല്ലാം സുഹൃത്തായ പരിചിതനായ ശ്രീ ശരത് ചന്ദ്രൻ, അദ്ദേഹത്തിന്റെ പേരിൽ ഞങ്ങൾ ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. അദ്ദേഹം കൈരളി TVയുടെ സീനിയർ ചീഫ് റിപ്പോർട്ടറാണ്. ഇതാ കൈരളി ജോലി പഠിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും ലാൽകുമാറും കൂടെ എഗ്രിമെന്റ് എഴുതുന്നു. ഞാൻ പറയാണ്, ശരത് എന്നോട് പറഞ്ഞിട്ടുണ്ട് 30 ലക്ഷം രൂപ മേടിച്ചോളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇദ്ദേഹവുമായി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടാൽ ആ എഗ്രിമെന്റിൽ സാക്ഷിയായോ മറ്റൊരു കക്ഷിയായോ ശരത് കുമാർ സൈൻ ചെയ്തിട്ടില്ലാത്ത പക്ഷം ആ എഗ്രിമെന്റിന്റെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ബേർഡൻ, എന്തെങ്കിലും ഒരു സിവിൽ ബേർഡൻ ഈ ശരത് ചന്ദ്രന്റെ മേൽ വരുമോ? വരില്ല. IC ബാലകൃഷ്ണൻ അവിടുത്തെ സ്ഥലത്തെ MLA ആണ്, DCC പ്രസിഡന്റാണ്. കാലങ്ങളായുള്ള അവിടുത്തെ നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ. പക്ഷെ പ്രശ്നം രാഷ്ട്രീയമായ ഉത്തരവാദിത്തമാണ്. അവിടെ ഈ ആളുകളിൽ നിന്ന് ആകെ പിരിക്കുമ്പോൾ അത് DCCയുടെ തീരുമാനപ്രകാരമാണ്, DCC പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരമാണ്. DCCക്ക് നൽകാനായി ട്രഷറായിരുന്ന NM വിജയൻ IC ബാലകൃഷ്ണനെ പോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയും ബഹുമാനത്തിലെടുക്കുകയും ചെയ്യുന്ന വയനാട്ടിലെ സുപ്രധാന നേതാവാണ് വസന്ത്. അങ്ങനെ ഒരാളാണ് ഈ കാര്യത്തിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അത് DCC പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ് എന്ന ഒരു വലിയ ഇംപ്രഷൻ കോൺഗ്രസ് പ്രവർത്തകരിലേക്കും അനുഭാവികളിലേക്കും നൽകിയാണ് ഈ പണം പിരിച്ചിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയ വശമാണ് പ്രശ്നം. അവിടെയാണ് IC ബാലകൃഷ്ണനെ ഒഴിഞ്ഞു പോകാൻ കഴിയാതെ വരുന്നതെന്ന് കരുതിക്കൂടെ? 1. 2, ഇതേ വിജയൻ KPCCക്ക് പരാതി കൊടുത്തിട്ടും വസന്ത് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പാർട്ടിക്ക് ഒരു പരാതിയും IC ബാലകൃഷ്ണനെ കുറിച്ച് വന്നിട്ടില്ല? സുരേഷ് താളൂർ ഇപ്പോഴും അത് ആവർത്തിച്ചു പറഞ്ഞല്ലോ. ഒരു കാര്യം ശ്രീ ശരത് ഞാൻ പറയട്ടെ. 2019 RP ശിവദാസൻ, ഞങ്ങൾ DCCയുടെ ഭാരവാഹിയാണ്, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ലെറ്റർ വന്നു IC ബാലകൃഷ്ണനെതിരെ എന്ന് പറഞ്ഞ് വാർത്ത വന്നു. കൈരളിയുടെ ആർക്കൈവ്സിലുണ്ട്. ഇതേ RP ശിവദാസൻ വയനാട് ജില്ലാ പ്രസ് മീറ്റ് ഹാളിൽ വന്ന് പ്രസ് മീറ്റ് വിളിച്ചു പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു കത്ത് അയച്ചിട്ടില്ല, വാർത്ത തീർന്നു. അതിനുശേഷം ഇവിടുന്നൊക്കെ കാര്യം മാറിയെന്നേ. നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾക്ക് നിൽക്കക്കള്ളിയിൽ അത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? അത് കോൺഗ്രസ് പാർട്ടി പറയേണ്ട അങ്ങനെയാണെങ്കിൽ ചെയ്തില്ല ട്രഷറർ എന്തിനു ആത്മഹത്യ ചെയ്തു? പറയും. അതല്ലേ പറയേണ്ടത്. നിങ്ങൾ 19-ലെ കഥ ഇവിടെ മാറ്റിവെക്ക്. KPCCക്ക് ഒരു കത്തും വന്നിട്ടില്ല. ഞാൻ ഔദ്യോഗികമായി പറയുന്നു, ശ്രീ വിജയേട്ടന്റെ പേരിൽ KPCCക്ക് IC ബാലകൃഷ്ണനെതിരായോ മറ്റാരെങ്കിലും എതിരായി ഒരു കത്തും വന്നിട്ടില്ല. ഇനി IC ബാലകൃഷ്ണൻ ഈ രണ്ടാമത് പറയുന്ന എഗ്രിമെന്റ് ഉള്ളോ, ആ എഗ്രിമെന്റിൽ ഒരാൾ മരണപ്പെട്ടു. ആര്? വിജയേട്ടൻ. രണ്ടാമത്തെ കക്ഷി ആ എഗ്രിമെന്റ് ഓൺ മരണപ്പെടുന്നല്ല, അങ്ങനെ നിസ്സാരമാക്കരുത്. ജീവിച്ചിരിക്കാൻ നിവൃത്തിയില്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുള്ളി ബലിയാടാക്കപ്പെടുന്നു, വിജയൻ ബലിയാടാക്കപ്പെടുന്നു. അതിന് പിന്നിൽ ഉറച്ചു നിന്ന ആളുകൾ കൈയൊഴിഞ്ഞു എന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ. അതല്ലാതെ വേറെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടാണ് വസന്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നുണ്ടെങ്കിൽ താങ്കൾ ഈ ചർച്ചയിൽ വെളിപ്പെടുത്ത്. ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടല്ലേ വിജയന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? അതല്ലാതെ മറ്റേതെങ്കിലും വിഷയം കൊണ്ടാണോ? കോൺഗ്രസിന് നന്നായിട്ട് അറിയാലോ, പറയും. അങ്ങനെയാണെങ്കിൽ
പണം കൊടുത്ത ആൾ, അതായത് രണ്ടാമത്തെ കക്ഷി പീറ്റർ, അയാൾ ഓൺ ചെയ്യണ്ടേ ഇങ്ങനെ ഒരു അഗ്രിമെന്റ് ഉണ്ടെന്ന്? അദ്ദേഹം ഓൺ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ ഒരു അഗ്രിമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ പോയി അദ്ദേഹം ഓൺ ചെയ്തിട്ടില്ല. നിങ്ങളുടെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം നടക്കുകയാണ് ഈ 6-ാം തീയതി. 6-ാം തീയതി മകളുടെ വിവാഹം കഴിയുന്നവരെ മാധ്യമങ്ങളുടെ മുമ്പിൽ, ചാനലിന് മുമ്പിൽ പരസ്യമായി ഞാൻ വരില്ല. സ്വകാര്യമായി ഈ മാധ്യമ പ്രവർത്തകരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് ഓൺ റെക്കോർഡാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി, നിങ്ങൾ ക്ഷണിച്ചിരിക്കൂ. 6-ാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശബ്ദം പുറത്തു വരും. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 6-ാം തീയതി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹമായി വന്ന്. മാത്രമല്ല, ശ്രീ NM വിജയൻ ഒപ്പിട്ടു എന്ന് പറയുന്ന ഈ കരാർ ഉടമ്പടി ഉണ്ടല്ലോ, ഐസി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, മറ്റൊരു കോൺഗ്രസ് നേതാവ് കൂടി ഉണ്ട് അതിനിടയിൽ. ആ കോൺഗ്രസ് നേതാവും ഈ NM വിജയനും കോൺഗ്രസ് നേതാവും ഈ മാഷും കൂടെ ഐസി ബാലകൃഷ്ണൻ മീനങ്ങാടിയിൽ വെച്ച് കണ്ടിട്ട് ഞാനിതാ ഇങ്ങനെ വിജയേട്ടൻ പറയുന്നുണ്ട്, പണം കൊടുത്താൽ പ്രശ്നമാകുമോ, നിങ്ങളെ കൂടി ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾ ധൈര്യത്തിൽ കൊടുത്തോളൂ എന്ന് ഐസി ബാലകൃഷ്ണൻ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പരിശോധിച്ചാൽ നാളെ പുറത്തു വരും കോൺഗ്രസിന്റെ പ്രതിനിധി. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ തിരുവനന്തപുരത്തിരുന്ന് ഒറ്റയടിക്ക് നിങ്ങൾ വയനാട്ടിലെ ഇതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ ഇവിടുന്ന് കിട്ടുന്ന തെറ്റായ വിവരങ്ങൾ വെച്ചാണ് നിങ്ങൾ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതല്ല വസ്തുത. ഇവിടെ വലിയ നെറ്റ്വർക്കാണ്. ശ്രീമാൻ ഐസി ബാലകൃഷ്ണൻ DCC പ്രസിഡന്റ് ആയതിനു ശേഷം വയനാട്ടിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ പണം വാങ്ങിയെടുക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നലെ ശ്രീമാൻ ഐസക്, അദ്ദേഹം ദീർഘകാലമായിട്ട് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റാണ്. അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം ഇന്നലെ ചാനൽ മുമ്പിൽ വന്നല്ലോ, എല്ലാ ചാനൽ മുമ്പിൽ വന്നല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ മകന് ജോലി കിട്ടാൻ വേണ്ടി അദ്ദേഹത്തോട് 17 ലക്ഷം രൂപയാണ് വാങ്ങിയത്. അപ്പൊ ചോദിച്ചു, നേരത്തെ 12 വാങ്ങി, നിങ്ങൾ ജോലി തന്നില്ല, വീണ്ടും 5 കൂടി നിങ്ങൾ കൂട്ടി ചോദിക്കുകയാണ്. ഈ 17 ലക്ഷം രൂപ എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, DCC ട്രഷറർ NM വിജയം ഞാനാണ് ഉറപ്പ്. ഞാനും DCC പ്രസിഡന്റ് ഐസി ബാലകൃഷ്ണൻ കൂടി ചേർത്ത് തീരുമാനിച്ചതാണ്. ഈ ഇരിക്കുന്ന CT ചന്ദ്രനാണ് മണ്ഡലം പ്രസിഡന്റ്, ഈ ഇരിക്കുന്ന UK പ്രേമനാണ്. NM വിജയന്റെ വീട്ടിൽ വെച്ച് യോഗം കൂടിയാണ് തീരുമാനിക്കുന്നത്. അന്നേരം ഐസി ബാലകൃഷ്ണൻ ഉത്തരവാദിത്തമുണ്ട്. ഐസി ബാലകൃഷ്ണൻ ഞാൻ ഉൾപ്പെടെ DCC നിങ്ങൾക്ക് വിശ്വാസമില്ലേ? സുരേഷ്, ഇന്നലെയും അത് വിശദമായി വന്ന വസന്ത് വരാം. വെയിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഇത് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളൊന്നും അല്ലെന്നേ. നിങ്ങൾക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുഭാവികളുമായിട്ടുള്ള ആളാണ്. അതിൽപ്പെട്ടയാളാണ് ബത്തേരി കോളിയാടി താമരച്ചാലിൽ ഐസക്. അത് ഇന്നലത്തെ വാർത്തയാണ്, ഇന്നലത്തെ കേസാണ്. അതിൽ തന്നെ 17 ലക്ഷം മേടിച്ചു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ ആരൊക്കെ എങ്ങനെയൊക്കെ ഇടപെട്ടു, ആരുടെ ബാക്കപ്പിലാണ് ട്രഷർ ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ലാലിത് ഏറ്റവും രസകരമായ കാര്യം, ഇത് ഐസി ബാലകൃഷ്ണൻ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കോൺഗ്രസിന് പ്രശ്നമുള്ളൂ എന്ന് ധരിക്കുന്ന ഒരു കോൺഗ്രസ് നേതൃത്വം. എന്നാൽ ഇവിടെ ഈ തട്ടിപ്പിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്ത ആളാകട്ടെ കോൺഗ്രസിൻ്റെ വയനാട് ജില്ലാ ട്രഷററായിട്ടുള്ള വിജയനാണ്. അദ്ദേഹം പതിറ്റാണ്ടുകളായി വയനാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പല നിലകളിൽ പ്രവർത്തിച്ചു വന്നയാളാണ്. നേരത്തെ ശ്രീ സുരേഷ് പറഞ്ഞത് കേട്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്തു ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊരു ഘട്ടത്തിൽ. അത് കോൺഗ്രസിന് പ്രശ്നമല്ല, ഐസി ബാലകൃഷ്ണൻ മാത്രമാണ് പ്രശ്നമെന്ന് ധരിക്കുന്ന ഒരു നേതൃത്വം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എന്താണ് പ്രശ്നം ലാൽ? ഏതാണ്ട് 1.25 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇത് അഴിമതിയാണ്, നിയമവിരുദ്ധമായി അല്ലെങ്കിൽ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഒക്കെ തിരികെ കയറ്റി ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് കാശ് മേടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പരാതിയുമായി പുറത്ത് മുഖം കാണിക്കാൻ പറ്റാത്തവരുണ്ടാകും, പുറത്ത് പറയാൻ പറ്റാത്തവരുണ്ടാകും. ഇത് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയവരുടെയും ഒരു വലിയ ധൈര്യം. പക്ഷേ ഇതിനിടയിലാണ് നിവൃത്തിയില്ലാതെ ഈ പ്രഷർ കൂടിയപ്പോൾ ഈ പണം തിരികെ ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദമായിരിക്കണം ട്രഷറർ ആയിട്ടുള്ള ആൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി കളി മാറി, സീൻ മാറി, വലിയ അന്വേഷണത്തിലേക്ക് പോകുന്നു, വിപുലമായ അന്വേഷണത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ലാൽ ഇവിടെ കേട്ട ഈ വിഷയങ്ങൾ ഒരു വളരെ വിപുലമായ പോലീസ് അന്വേഷണത്തിൽ കുറെ കൂടി വ്യക്തതയോടെ കണ്ടെത്താൻ കഴിയുന്ന, തിരിച്ചറിയാൻ കഴിയുന്ന തട്ടിപ്പിൻ്റെ ഒരു സ്വഭാവം പുറത്തു വരാൻ നല്ല സാധ്യത ലാൽ കാണുന്നുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, അങ്ങനൊരു അന്വേഷണത്തിലേക്ക് പോകുമ്പോഴാണ് അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഐസി ബാലകൃഷ്ണന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്. അതെന്തടിസ്ഥാനത്തിലാണ് ലാൽ? ഇവിടെ ഒരുപാട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓരോന്നായിട്ട് മറുപടി പറയാം. വസന്ത് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. കരാറ് നോക്കൂ, ഐസി ബാലകൃഷ്ണനെ എന്തുകൊണ്ട് ഇപ്പോഴത്തെ സംസ്ഥാന നേതൃത്വം പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്ന കേൾക്കത്തില്ലേ? ഉണ്ട്. ഞാൻ പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? ലാൽ കേൾക്കാം. നോക്കൂ, തലയെണ്ണം നോക്കുമ്പം ഒരു MLA കൂടെ ആവശ്യമുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്. കാര്യം ഈ പക്ഷങ്ങൾക്കെല്ലാം ഏതേലും ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ്, ഇപ്പം നോക്കൂ, രമേശ് ചെന്നിത്തല ഓടി വരുന്നു, VD സതീശൻ ഓടി വരുന്നു. ഇവരൊക്കെ ഐസി ബാലകൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൻ്റെ യഥാർത്ഥത്തിൽ MLA എന്ന് പറയുന്ന ഒരു സ്ഥാനവും
അത് ഏതേലും ഒരു ഘട്ടത്തിൽ ഒരു തലയെണ്ണമായി മാറാനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ IC ബാലകൃഷ്ണനോട് ഒപ്പം ഇവർ നിൽക്കുന്നത്. അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ വരാം. അതൊരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പൈസ കൊടുത്ത ആളും ഈ പറയുന്ന ട്രഷറർ വിജയൻ എന്ന് പറയുന്ന ആളും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നു. അതിൻ്റെ ലീഗൽ ലയബിലിറ്റി ഈ പറയുന്ന IC ബാലകൃഷ്ണനിലേക്ക് വരുമോ എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിന് ഒരു സംശയവും ഇല്ല, അത് വരില്ല. പക്ഷേ ഞാൻ അതിനൊരു സിറ്റുവേഷൻ നറേറ്റ് ചെയ്യാം. ആ സിറ്റുവേഷൻ നറേറ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന ട്രഷറർ IC ബാലകൃഷ്ണന് കൊടുക്കാനുള്ള പൈസ, അല്ലെങ്കിൽ IC ബാലകൃഷ്ണന് കൊടുക്കാം, ഇത്ര രൂപ കൊടുക്കുന്നു, അതിനടിസ്ഥാനപ്പെടുത്തി ജോലി തരാമെന്ന് IC ബാലകൃഷ്ണൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് പൈസ തരൂ, ഞാൻ മേടിച്ചു തരാം എന്നൊരു വാദം, അല്ലെങ്കിൽ അങ്ങനൊരു ഐഡിയ വിജയൻ എന്ന് പറയുന്ന ട്രഷറർ മുന്നോട്ട് വെക്കുന്നു എന്നിരിക്കട്ടെ. ഈ പറയുന്ന പൈസ കൊടുക്കുന്ന ആളെന്ത് പറയും? ആയിക്കോട്ടെ, പണം തരാം. അതിനെന്താണ് ഗ്യാരണ്ടി? IC ബാലകൃഷ്ണനിൽ നിന്ന് എനിക്കൊരു പൈസ കിട്ടിയെന്ന് പറഞ്ഞൊരു രസീത് തരുമോ, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്തുമോ? അതൊന്നും വരാൻ പറ്റില്ല, എൻ്റെ റിസ്കിൽ തരാൻ പറ്റും. എന്നാൽ താങ്കൾ എഴുത്താ, ആ എഗ്രിമെൻറ്റ് താങ്കൾ എഴുത്താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായും ഇദ്ദേഹം എഴുതി കൊടുക്കും. കാര്യം അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് IC ബാലകൃഷ്ണനിൽ. പണം IC ബാലകൃഷ്ണനിലേക്ക് ചെല്ലുന്നുണ്ട് എങ്കിൽ ഞാൻ IC ബാലകൃഷ്ണനിലേക്ക് പൈസ ചെന്നു ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയാൻ തെളിവില്ലാതെ ഒരു കാര്യം ഞാൻ പറയാൻ തയ്യാറില്ല. പക്ഷേ അത് നടക്കുമോ എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പണം മേടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ IC ബാലകൃഷ്ണൻ ആ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ, ഈ എഗ്രിമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലെങ്കിലും യഥാർത്ഥത്തിൽ ചീറ്റിംഗ് എന്ന് പറയുന്ന ക്രിമിനൽ ആസ്പെക്റ്റിനകത്ത് IC ബാലകൃഷ്ണനുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ പറയുന്ന ട്രഷററെ ഫോൺ ഡീറ്റെയിൽസ് എടുക്കുന്നു, അല്ലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുക്കുന്നു, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോയപ്പം IC ബാലകൃഷ്ണനിലേക്ക് ഈ പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ളൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഈ എഗ്രിമെൻ്റ് അല്ല മെറിറ്റ്. എഗ്രിമെൻറ്റ് സിവിൽ മെറിറ്റാണ്, പക്ഷേ ക്രിമിനൽ മെറിറ്റ് വേറെയാണ്, അല്ലേ? യഥാർത്ഥത്തിൽ ആരാണ് ഇതിനകത്ത് ട്രൂ ബെനിഫിഷ്യറി? ഈ ട്രഷറർ എന്ന് പറഞ്ഞാൽ അതൊരു ട്രസ്റ്റിയുടെ റോൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ പണം മേടിക്കുന്നു, കൊടുക്കുന്നു. അപ്പം യഥാർത്ഥത്തിൽ എഗ്രിമെൻ്റ് ആര് തമ്മിലുണ്ട് എന്നുള്ള ചോദ്യത്തിന് വലിയ പ്രസക്തി ഇല്ല. അത് നമ്മൾ പറഞ്ഞ ഒരു സിവിൽ ഡിസ്പ്യൂട്ടിൽ കോമ്പൻസേഷന് പോവുകയാണെങ്കിൽ ശരിയായി, ഇദ്ദേഹത്തിലേക്ക് കിട്ടിയതിന് തെളിവുണ്ടോ എന്നുള്ള ചോദ്യത്തിനൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ പറയുന്ന എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പൈസ മേടിച്ച ആൾ ആത്മഹത്യ ചെയ്തു. അതെന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കുന്ന അടുത്ത പാർട്ടി നമ്മളോട് പറയുകയാണ്, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ട്, പൈസ വാങ്ങിച്ച് ആർക്ക് കൊടുക്കാനാണ്? ഇന്ന ആൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ലയബിലിറ്റി വ്യത്യാസമാണ്. ഒരു സംശയം വേണ്ട, കാര്യത്തിൽ ലയബിലിറ്റി വ്യത്യാസമാണ്. അയാളിലേക്ക് തന്നെ എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി തെളിഞ്ഞു വരേണ്ടതാണ്. അതിൽ നിന്ന് ഈ എഗ്രിമെൻറ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്നുള്ള ആ മുട്ടാത്തർക്കം വെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ജൂറിസ്പ്രുഡൻസിൻ്റെ വേൾഡിൽ നിന്ന്, ലിറ്റിഗേഷൻ്റെ വേൾഡിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഭാഗം. നോക്കൂ, ഇവിടെ കേരളത്തിൽ ഒരു കോൺഗ്രസിൻ്റെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്യുന്നു. ആ ആത്മഹത്യ ചെയ്യുന്നത് ആ ആത്മഹത്യ ചെയ്യുന്ന ആൾക്ക് വേണ്ടി ഒരു ആദരാഞ്ജലി പോലും അർപ്പിക്കാതെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കടന്നുപോക്ക് ഒരു പ്രശ്നമേ അല്ലാതെ IC ബാലകൃഷ്ണനൊപ്പം മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തെക്കുറിച്ച് എനിക്കൊരു വലിയ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. കാര്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പം ബസന്ത് ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത് കോൺഗ്രസിൻ്റെ വക്താവായി കോൺഗ്രസ് ആവശ്യപ്പെട്ട രീതിയിൽ അദ്ദേഹം പറയുന്നുള്ളതാണ്. വിജയേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ വിജയേട്ടന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾക്ക് CPM-ൻ്റെയോ മറ്റൊരാളുടെയും സപ്പോർട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അദ്ദേഹം വിജയേട്ടൻ അനുകൂലമായിട്ടൊന്നും പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ? ബസന്ത് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചർച്ചയ്ക്കിരുന്ന ആളാണ്, സുഹൃത്താണ്. പക്ഷേ ബസന്തും വിജയേട്ടൻ എന്ന് പറയുന്ന ആൾക്ക് അനുകൂലമായ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. വിജയേട്ടൻ എന്തിന് എഗ്രിമെന്റിൽ എത്തിയെന്ന് പറയുന്നില്ല. വിജയേട്ടൻ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ലാൽകുമാർ, അതല്ലേ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾ നേരിടുന്ന പ്രശ്നം അത് തന്നെയല്ലേ? അതായത് വിജയേട്ടനെ ന്യായീകരിക്കണം, IC ബാലകൃഷ്ണനെ ന്യായീകരിക്കണം. ഇത് ഒത്തുപോവില്ലല്ലോ. അതെ, ഇത് രണ്ടും കൂടെ പോകത്തില്ല. നോക്കൂ, ഞാൻ ബസന്തിനെ അങ്ങനെ ഈ ചർച്ചയിനകത്ത് ഒരു ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാര്യം ബസന്തിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ഈ കാര്യത്തിൽ. കാര്യം അദ്ദേഹം ഇനിയിപ്പോൾ കൗണ്ടർ പറയുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്, ഒരു CPM-കാരനല്ല ജീവൻ പോയിരിക്കുന്നത്. കോൺഗ്രസുമായിട്ടുള്ള DCC-യുമായി ബന്ധപ്പെട്ട് DCC-ക്കകത്ത് ഉള്ള ഒരു പ്രശ്നത്തിൽ ആത്മഹത്യ ചെയ്തതാണ്. നോക്കൂ, ഇവിടെ പറയുന്നൊരു കാര്യം എന്താ? കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നു. ഈ കൈരളിക്ക് ഇന്ന ദിവസം ഇന്ന ആൾക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞൊരു കൊടുക്കാതെ ഒരഭിപ്രായം, ഒരു പൊതു അഭിപ്രായം, ഇതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യത്തിൽ വേദനയുണ്ട് എന്ന് ഒരാളെ ബോധിപ്പിച്ചാൽ അത് കംപ്ലൈൻ്റ് ആകത്തില്ലേ? ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ പറഞ്ഞ എൻ്റെ കംപ്ലൈൻറ്റ്, എൻ്റെ പരാതി ഇന്നത്, ഇന്നാക്കെതിരെ പരാതി എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ മാത്രമേ അതിൻ്റെ പരാതിയാകത്തുള്ളൂ. എനിക്ക് ശരത്തേട്ടനെ കുറിച്ചൊരു പരാതിയുണ്ട്. ഞാൻ ജോൺ ബ്രിട്ടാസിനെ കാണുമ്പോൾ പറയുന്നു, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസുമായി സംസാരിക്കുന്ന ഒരു സമയത്ത് പറയുന്നു, അത് പരാതിയാകില്ലേ? അതും പരാതിയാണ്. അത് പരാതിയായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന കമ്മീഷനെ എങ്ങനെ വെച്ചിരിക്കുന്നു ഇവർ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടായി എന്നുള്ളത് അന്വേഷിക്കാൻ എന്തുകൊണ്ട് അവർ തീരുമാനിക്കുന്നു? കോൺഗ്രസിനകത്ത് തന്നെ അന്വേഷണ റിപ്പോർട്ട്, കോൺഗ്രസിനകത്തെ പ്രത്യേകത എപ്പോഴും അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസിൻ്റെ കയ്യിൽ മാത്രമേ ഇരിക്കത്തുള്ളൂ, ജനങ്ങളുടെ കയ്യിലേക്ക് ഇത് വരത്തില്ല. അന്വേഷണ റിപ്പോർട്ടിനകത്ത് ഒന്നുമില്ല എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടില്ല, പൊതുജനം കണ്ടിട്ടുണ്ട്. സരത്തേട്ടൻ കണ്ടോന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും കണ്ടിട്ടില്ല. ഇത്ര വലിയ തട്ടിപ്പ് നടന്നിട്ടും അത് പൊതുസമൂഹത്തിൽ നീതിയുക്തമായി ആ പാർട്ടി അത് പരിശോധിച്ചു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും വിധം നേതൃത്വം അത് പൊതുസമൂഹവുമായി പങ്കുവച്ചിട്ടില്ല. കാരണം ആ വിശ്വാസം വിജയന് തന്നെ ഇല്ല. ട്രഷറർ വിജയന് തന്നെ ഇല്ല. അദ്ദേഹത്തിന് തന്നെ ആ വിശ്വാസം നഷ്ടപ്പെട്ടതാണല്ലോ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. ലാൽകുമാർ ഒന്ന് ക്യുക്കായി അവസാനിപ്പിച്ചു. രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ എടുക്കുക. രമേശ് ചെന്നിത്തല പറഞ്ഞ അവിടെ ഒരു റിപ്പോർട്ടുണ്ട് എന്ന് പറയുന്നു. ആ റിപ്പോർട്ടിനകത്ത് IC ബാലകൃഷ്ണൻ്റെ പേരില്ല. ശരി, ഇല്ല. റിപ്പോർട്ട് എന്ത് ചെയ്യേ? ആരുണ്ടാക്കി? എപ്പോൾ ഉണ്ടാക്കി? ആർക്ക് സബ്മിറ്റ് ചെയ്തു? എന്തായിരുന്നു അതിൻ്റെ കണ്ടെത്തൽ? ഇങ്ങനൊരു ഇത്രയും ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ വെച്ചില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിലെങ്കിലും വെക്കണമല്ലോ. പക്ഷെ അങ്ങനെ റിപ്പോർട്ടുണ്ട്. അതിന് കാര്യം രമേശ് ചെന്നിത്തല അത് കണ്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് അവർ ഉണ്ടാക്കാൻ തീരുമാനിച്ചു? അത് അങ്ങനൊരു കാര്യമില്ല. എന്നെ കേൾക്കുന്ന ജനങ്ങൾ വസന്തിനെ വിടൂ. ജനങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മതി. ഈ പറയുന്ന കോൺഗ്രസിന് ആഭ്യന്തരമായി ഇങ്ങനൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു കമ്മീഷനെ വെക്കണമെന്നും അതുമായി ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടിലേക്ക് എത്തണമെന്നും തോന്നാൻ കാര്യം എന്നാ? ഒരു പ്രശ്നവും ഇല്ലാത്തടത്തേക്ക് ഈ റിപ്പോർട്ട് വരുമോ? ഉറപ്പായിട്ടും വരത്തില്ല. അവിടെ കൃത്യമായി ഒരു മോശമായ ഇടപെടൽ നടന്നിട്ടുണ്ട്. ആ ആത്മഹത്യ ചെയ്തു പോയ മനുഷ്യനെ കുറിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണന്റെ അടുക്കൽ സമ്മർദ്ദം ചെലുത്തത്തക്ക രീതിയിലുള്ള ശക്തിരഹിതനായി അദ്ദേഹം നിന്നിട്ടുണ്ടാവും. എനിക്കറിയില്ല, ആ വിഷയം പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. ആ പ്രശ്നം അഡ്രസ് ചെയ്യേണ്ടതാണ്. അതിനകത്ത് കോൺഗ്രസിനൊരു പ്രശ്നമേ അല്ലാത്തത് അതൊരു ശരിയായ രീതിയാണെന്ന്, അതൊരു പൊതുപ്രവർത്തന രംഗത്ത് അതൊരു നല്ല മാതൃകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വസന്ത്, ഇപ്പോൾ ഈ വിഷയത്തിൽ KPCC അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കമ്മീഷനെ വെച്ചു. കമ്മീഷൻ അവിടെ പോയിരുന്നു, കഴിഞ്ഞ ദിവസവും പോയി. പക്ഷേ അങ്ങനെ പ്രശ്നങ്ങളാകെ പരിഹരിച്ചു എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ട്രഷററായ വിജയന് അദ്ദേഹത്തിൻ്റെ മകനൊപ്പം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന ഗൗരവമുള്ള ചോദ്യം അപ്പോഴും ബാക്കിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾ പറയുന്നത് പോലെ ആ സണ്ണി ജോസഫ് കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് വേണ്ടേ കരുതാൻ. ഒരു റിപ്പോർട്ടും തയ്യാറാക്കിയിട്ടില്ല എന്നും പ്രശ്നം പരിഹരിച്ചിട്ടില്ല എന്നും ഈ പണം നഷ്ടപ്പെട്ടവർക്ക് ആ പണം തിരികെ കിട്ടിയിട്ടില്ല എന്നും വിജയനിലേക്ക് ആ സമ്മർദ്ദം കൂടുതലായി എത്തിയെന്നും DCC പ്രസിഡന്റിനെയോ മറ്റാരെയെങ്കിലുമൊക്കെയോ വിശ്വസിച്ച് ഈ പണം വാങ്ങിക്കൊടുത്ത വിജയൻ കൂടുതൽ ദുർബലനാവുകയും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു. നിങ്ങൾ ഈ പ്രശ്നം ക്രമക്കേട് അംഗീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ആ ക്രമക്കേട് പരിഹരിക്കാനോ വിജയൻ ഇതിലൂടെ ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാനോ വിജയൻ ആ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് K. സുധാകരൻ അടക്കം കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? എന്നുവെച്ചാൽ നിങ്ങൾ ഈ ഘട്ടത്തിൽ IC ബാലകൃഷ്ണന് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്, രാഷ്ട്രീയമായി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് അവിടെ പണം നഷ്ടപ്പെട്ട കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകളോട് കാട്ടുന്ന നീതി നിഷേധമല്ലേ, ചതിയല്ലേ നേതൃത്വം കാട്ടുന്നത്? അവരെ കൈയൊഴിയുന്നു, തട്ടിപ്പുകാരെ പിന്തുണയ്ക്കുന്നു. ഇതല്ലേ വയനാട്ടിൽ സംഭവിക്കുന്നത്? ശ്രീ ശരത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലാൽകുമാർ പറഞ്ഞ കാര്യം, KPCCയുടെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടുമോ എന്ന് ചോദിച്ചാൽ, കരുവന്നൂരുമായി ബന്ധപ്പെട്ട അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നല്ലോ. ആ റിപ്പോർട്ട് വെളിയിൽ വിടാൻ പറഞ്ഞാൽ CPM വെറുതെ വെളിയിൽ വിടുമോ? വിടത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിൽ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. 2019 അന്നത്തെ KPCC ഭാരവാഹി, ഇന്നത്തെ KPCC ഭാരവാഹി KE വിനയന്റെ നേതൃത്വത്തിലാണ്. ആ കമ്മിറ്റി കണ്ടെത്തലുകൾ നടത്തിയോ എന്ന് ചോദിച്ചാൽ കണ്ടെത്തലുകൾ നടത്തി. ആ കണ്ടെത്തലുകളുടെ അപ്പോൾ പിന്നെ എന്തുകൊണ്ട് വിജയൻ ആത്മഹത്യ ചെയ്തു വസന്ത്? അങ്ങനെയാണെങ്കിൽ വിജയനും മകനും എന്തിന് ആത്മഹത്യ ചെയ്തു? പറയാന്നേ. ഇനി ശ്രീ ലാൽകുമാർ എന്നോട് ചോദിച്ചു, വിജയേട്ടൻ എന്ന് പറയുമ്പോ അതിൻ്റെ അകത്ത് അദ്ദേഹത്തിന് വേണ്ടി കൂടി വാദിച്ചാലല്ലേ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ വസന്തേ എന്ന് ചോദിക്കുമ്പോ, ശ്രീ ലാൽകുമാർ ഞങ്ങളുടെ KPCCയുടെ ഭാരവാഹിയായ സ്ഥലത്തെ MLA ആയ IC ബാലകൃഷ്ണൻ തന്നെ ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുകയാണ്, ഈ അന്വേഷണം, ഈ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണം. അങ്ങനെ നടന്നാൽ മാത്രം പോരാ, തന്റെ പേരിൽ ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെളിയിലുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണം. ഞങ്ങൾ ആരും ഒളിവിൽ പോയിട്ടില്ലല്ലോ. PP ദിവ്യയെ പോലെ IC ബാലകൃഷ്ണൻ വയനാട് തന്നെ ഉണ്ട്.
IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണെന്നേ, ഞങ്ങളുടെ വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ. 2019 ഒരു ക്രമക്കേട് നടന്നതിന്റെ പേരിൽ 2025 25 അടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നത് ഞങ്ങൾക്കും അറിയണം. പൈസ എല്ലാം കൊടുത്ത് തീർത്തോ? എന്ന് വെച്ചാൽ 19 ഉണ്ടായ ക്രമക്കേടിൽ പണമെല്ലാം തിരിച്ചു കൊടുത്തെന്നാണോ പറയുന്നത്? അല്ല, അത് വസന്ത് പറ, കേൾക്കാൻ ആഗ്രഹമുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലല്ലോ. ഞങ്ങൾ നിങ്ങൾ പറയുന്ന സൈഡാണ് ഇതുമായി ബന്ധപ്പെട്ട് ശരി. അതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ബത്തേരിയിലെ താമരച്ചാലിൽ ഐസക് കോൺഗ്രസ് പ്രവർത്തകനാണ്. ഒരു കേസാണ്, ഒരു സാമ്പിളാണ് ഞാൻ പറയുന്നത്. അതിൽ അദ്ദേഹത്തിന് 17 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും 8,60,000 രൂപയോ മറ്റോ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹത്തിന് ബാക്കി അത്ര തന്നെ രൂപ കിട്ടാനുണ്ട്. അപ്പോൾ പിന്നെ താങ്കൾ പറഞ്ഞ പോലെ 19 ക്രമക്കേട് എല്ലാം അങ്ങ് തീർന്നുപോയി എന്നും പിന്നെ എന്തിനാണ് 24 പോയി വിജയൻ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കില്ല. കാരണം പണമിടപാട് തീർന്നിട്ടില്ല. പണം കിട്ടേണ്ട ആളുകൾ കൊടുത്ത ആളുകളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമല്ലേ? ശ്രീ ശരത്, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ അകത്ത് നിങ്ങളുടെ പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിരിക്കുന്നത് അസ്വാഭാവിക മരണത്തിനാണ്. ആ മരണത്തിന്റെ കാരണം അന്വേഷിക്കാൻ പോലീസിന് വകുപ്പുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ ഇങ്ങനൊരു സാമ്പത്തിക തട്ടിപ്പ് അല്ല, അത് നടക്കുന്നതിന് മുമ്പേ നിങ്ങൾ എങ്ങനെ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു വസന്ത്? ആ അന്വേഷണം വരട്ടെ. വരുന്നതിന് മുമ്പ് അന്വേഷണം പ്രഖ്യാപിച്ച് ഒരു പ്രത്യേക ടീമിനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾ IC ബാലകൃഷ്ണനെ എന്തിനാണ് പൊളിറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്? ടി സിദ്ദിഖ് ഇറക്കുന്നു, പ്രതിപക്ഷ നേതാവ് ഇറക്കുന്നു, മുൻ പ്രതിപക്ഷ. പിന്നെ എന്ത് തരം ആത്മാർത്ഥതയാണ് ഇതിൽ അവിടെ വിഷമിച്ച് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങൾക്കുള്ളത്? KPCCയുടെ റിപ്പോർട്ടും സ്റ്റേറ്റ്മെന്റുകളുടെയും പുറത്താണോ കേരളത്തിലെ പോലീസ് അന്വേഷിക്കുക? പിണറായി വിജയന്റെ പോലീസ് വേറെ കാര്യമില്ല. എന്താണ് വിജയന്റെ മരണത്തെ തുടർന്ന് പോലീസ് ആ ദുരൂഹ മരണത്തിൽ കേസെടുത്തു. കേസ് അങ്ങനെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നൊന്നായി അന്വേഷണത്തിന്റെ മുമ്പിലേക്ക് വരുന്നു. അവിടെ വളരെ സംശയാസ്പദമായ നിലയിൽ ഗുരുതര ആരോപണങ്ങൾക്ക് നടുവിൽ DCC പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ MLA IC ബാലകൃഷ്ണൻ നിൽക്കുന്നു. ഇത് അന്വേഷിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു വസ്തുതയാണ്, പ്രശ്നമാണ്. എന്നിരിക്കെ നിങ്ങൾ പൊളിറ്റിക്കലി എന്തിനാണ് IC ബാലകൃഷ്ണൻ ഇപ്പോഴേ തിടുക്കത്തിൽ ധൃതിപ്പെട്ട് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത്? അതിലാണ് സംശയം. ഞങ്ങളുടെ മിൻസ് ബുക്കുകൾ, ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ, ഞങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം IC ബാലകൃഷ്ണൻ പങ്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തെ പൊളിറ്റിക്കലി പ്രൊട്ടക്ട് ചെയ്യുന്ന ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇനി കുറ്റവാളി ഈ ക്രമക്കേടിലുള്ള ഏകയാൾ ആത്മഹത്യ ചെയ്ത വിജയനാണെന്നാണോ കോൺഗ്രസ് പറയുന്നത് നിങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് പ്രകാരം? ശ്രീ ശരത്, IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് യാതൊരു ആരോപണവും ആണോ? വിജയനാണോ അപ്പൊ ഇതിന്റെ സൂത്രധാരൻ? ആത്മഹത്യ ചെയ്ത വിജയനാണോ ഇതിന്റെ സൂത്രധാരൻ? കോൺഗ്രസ് അങ്ങനെയാണോ പറയുന്നത്? അന്വേഷിക്കണം. IC ബാലകൃഷ്ണൻ ആരും അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് ബോധ്യമാണ്. അതെന്ത് യുക്തി? എന്താണ് വസന്ത് ഇത്? വിജയന്റെ കാര്യത്തിൽ അന്വേഷിക്കട്ടെ, IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ അന്വേഷിക്കേണ്ട. ഞങ്ങളുടെ മിനിറ്റ്സ് ആണ് ഏറ്റവും വലിയ വേദവാക്യം. കൊള്ളാം. ശ്രീ സുരേഷ് അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. ഇതിന്റെ പശ്ചാത്തലത്തിലുള്ള നിങ്ങളുടെ വിശദീകരണം. വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയം ശ്രീ വസന്ത് കുറെ കൂടി മനസ്സിലാക്കണം. അദ്ദേഹം എന്നെ തെറ്റിദ്ധരിക്കട്ട. ഞാൻ ചോദിക്കട്ടെ, സുൽത്താൻ ബത്തേരി MLA ശ്രീമാൻ IC ബാലകൃഷ്ണൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശ്രീമാൻ ND അപ്പച്ചനെ, DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞത് ശ്രീ വസന്ത് ഉൾപ്പെടെ കേരളം കേട്ടതല്ലേ? ഒരു ഘട്ടത്തിൽ ശ്രീ സുധാകരനും VD സതീശനും തമ്മിലുള്ള ഫോൺ സംഭാഷണം തുല്യമായ മകാരം കൂട്ടിയായിരുന്നല്ലോ ഫോൺ പ്രയോഗം. എന്തിനായിരുന്നു? കോൺഗ്രസ് പ്രതിനിധിക്കറിയോ എന്തിനായിരുന്നു? വയനാടും കേരളവും നന്നായി ചർച്ച ചെയ്താണ്. ഈ അർബൻ ബാങ്കിലെ പുതിയ ഇലക്ഷനിലെ പാനലിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. അതായത് ശ്രീമാൻ IC ബാലകൃഷ്ണൻ ഇന്നിപ്പോ സണ്ണി ജോർജ് പറഞ്ഞ കാര്യമുണ്ട്. ഇവര് അഴിമതിക്ക് പേര് സസ്പെൻഡ് ചെയ്തു എന്ന് പറയപ്പെടുന്ന അർബൻ ബാങ്കിന്റെ മുൻ ചെയർമാൻ സണ്ണി ജോർജ് ഇന്ന് മാധ്യമങ്ങൾ പറഞ്ഞ വിവരമുണ്ട്. എന്താ വിവരം? അർബൻ ബാങ്ക് പരീക്ഷ നടത്തി തയ്യാറാക്കിയ ലിസ്റ്റിൽ നിന്ന് 17 പേരെ നിയമിക്കാൻ IC ബാലകൃഷ്ണൻ ടിക്ക് ചെയ്ത് കൊടുത്തു. ആ 17 പേരോടാണ് IC ബാലകൃഷ്ണൻ സംഘവും പണം വാങ്ങിയത്. സഹകരണ ബാങ്കിന്റെ വയനാട് ജില്ലയിൽ സഹകരണ ബാങ്കിന്റെ ചുമതലയുള്ള മുൻ DCC പ്രസിഡന്റ് PV ബാലേന്ദ്രൻ അദ്ദേഹം മരിച്ചുപോയി. അവസാന കാലത്ത് അദ്ദേഹം CPM വന്നു. ഈ വൃത്തികേട് സൈക്കോ ചെയ്യാതെ CPM വന്നു. ആ ബാലേന്ദ്രൻ അന്ന് ഈ സഹകരണ മേഖലയിൽ ചുമതലയുള്ള കോൺഗ്രസ് നേതാവാണ് PV ബാലേന്ദ്രൻ. അദ്ദേഹത്തോട് സണ്ണി ഡോക്ടർ അഭിപ്രായം ചോദിച്ചു. ഇങ്ങനെ ശ്രീമാൻ IC ബാലകൃഷ്ണൻ 17 ആളെ നിയമിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, 6 ആളെ ഒഴിവുള്ളൂ, അതിനാണ് 17 പേര് ടിക്ക് ചെയ്ത് കൊടുത്തത്. 17 പേരോടും പണം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ടിക്ക് ചെയ്ത് കൊടുത്തത്. ബാലേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ മെറിറ്റ് വെച്ച് നിയമിച്ചോളൂ. ആ മെറിറ്റ് വെച്ച് നിയമിച്ചു. ആര്? സണ്ണി ജോർജ് ഡോക്ടർ. ആ മെറിറ്റ് വെച്ച് നിയമിച്ച സണ്ണി ജോർജിനെയാണ് ഇവർ സസ്പെൻഡ് ചെയ്തത്. അപ്പോൾ എന്താ കാരണം? ഈ 17 പേര് പണം കൊടുത്ത് വാങ്ങിയ പൈസ വാങ്ങി മുൻകൂർ വാങ്ങി നിയമനം കിട്ടാത്ത 17 പേര് അതിൽ പെട്ടവരാണ് ഇവരെല്ലാം. അതാണ് നാട്ടിൽ വിവാദം. ഇന്ന് 23 ലക്ഷം രൂപ കിട്ടാനുള്ള ചെറുപ്പക്കാരനോട് സംസാരിച്ചു. 23 ലക്ഷം രൂപ. ഈ ബാങ്കിന്റെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയൂ.
അവരിപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താ പ്രതീക്ഷ എന്നറിയോ? പൈസ കിട്ടും, അല്ലെങ്കിൽ ജോലി കിട്ടും, നാളെ കോൺഗ്രസ് അധികാരത്തിൽ വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പണം കിട്ടാനുള്ള 17 പേരിൽ 12 പേര് സുൽത്താൻ ബത്തേരി ഹോട്ടൽ മുറിയിൽ യോഗം ചേർന്നാണ്. IC ബാലകൃഷ്ണനെ വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതിന്റെ ഇടയിൽ ഒരാൾ ചോർത്തി IC ബാലകൃഷ്ണൻ കൊടുത്തു. ഓടിച്ചെന്നു, വീട്ടിൽ ചെന്നു, അവരോട് പറഞ്ഞു, ഇതാ കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോവാണ്, ഞാൻ MLA ആവും, ഞാൻ മന്ത്രിയാവും, UDF അധികാരത്തിൽ വരും, ഞാൻ മന്ത്രിയാവും, അന്ന് ഈ തൊഴിൽ പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കുന്നു പറഞ്ഞാണ്. ഇത്തരം കുറെ പ്രശ്നങ്ങളുണ്ട് ശ്രീ വസന്ത് വയനാട്ടിലെ കോൺഗ്രസ് പരേഡ്. നിങ്ങൾ വളരെ സൂക്ഷ്മമായ പരിശോധന നടത്തൂ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, മുൻ DCC പ്രസിഡന്റാണല്ലോ KP തോമസ് സാർ എഴുതിയ പുസ്തകം ഞാൻ നാളെ ശ്രീ വസന്തിന് അയച്ചുതരാം. അതിലുണ്ട് അവിശ്വാസ പ്രമേയം. കോൺഗ്രസ് ഭരിക്കുന്ന അർബൻ ബാങ്കിന്റെ ചെയർമാനായിരുന്നു, ഈ അർബൻ ബാങ്കിന്റെ ചെയർമാനായിരുന്നു KP തോമസ് സാർ. ആ തോമസ് സാർ എന്ന് പറയുന്ന മുൻ DCC പ്രസിഡന്റിനെ പ്രൊഫസർ KP തോമസിനെ എന്തിനാ കോൺഗ്രസ് എന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്? ആ അർബൻ ബാങ്കിൽ ഒറ്റ മെമ്പറാണ് CPM എന്നുള്ളത്, ശ്രീ ജോയി എന്ന് പറയുന്നത്, ഒറ്റ ഡയറക്ടറാണുള്ളത്. ആ ഒരു ഡയറക്ടർ മാത്രമുള്ള UDF-ലെ അർബൻ ബാങ്കിലെ ഭരണസമിതിയുടെ ചെയർമാനെ എന്തിനാണ് ശ്രീമാൻ IC ബാലകൃഷ്ണൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകാർ ഉപയോഗിച്ച് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്? IC ബാലകൃഷ്ണൻ തയ്യാറാക്കി കൊടുക്കുന്ന ലിസ്റ്റിൽ KP തോമസ് സാർ നിയമിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. തോമസ് സാർ എന്നോട് സംസാരിച്ചാണ്. അദ്ദേഹം ആ പുസ്തകം എനിക്ക് ഗിഫ്റ്റായി തന്നു. എന്താ പുസ്തകത്തിന് ഹെഡിങ് അറിയോ? അവിശ്വാസത്തിലൂടെ രേഖപ്പെടുത്തപ്പെട്ട വിശ്വാസം. മനസ്സിലായില്ലേ? കോൺഗ്രസ്സുകാർ തനിക്കെതിരെ കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ എനിക്കൊരു വിശ്വാസം ഉണ്ട്. എന്താ വിശ്വാസം? ഈ അഴിമതിക്ക് ഞാൻ കൂട്ടുന്നില്ല എന്ന വിശ്വാസം ആവർത്തിച്ചുറപ്പിച്ചു എന്നതാണ്. ഇതാണ് ചരിത്രം. ഇന്നലെ ഞാൻ ചോദിക്കട്ടെ ശ്രീ വസന്ത് പറയും, നാളെ വസന്തിനെ ഞാൻ ഫോൺ വിളിക്കാം, ഒരു നിങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകൻ എന്നോട് ഇത്ര രൂപ ഇന്നയാൾ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ KPCC തിരിച്ചു കൊടുക്കുമോ? സണ്ണി ജോർജിന്റെ ഹസ്ബൻഡ് നിങ്ങൾ പറഞ്ഞല്ലോ IC ബാലകൃഷ്ണൻ പങ്കില്ല എന്ന് നിങ്ങൾ ന്യായീകരിക്കുന്നു. ലോജിക്കിന് വേണ്ടി സമ്മതിക്കാം. പക്ഷെ നിങ്ങൾ ആ അന്വേഷണ കമ്മീഷനകത്ത് പണം വാങ്ങിയൊരു കണക്കുണ്ടല്ലോ, ആ പണം വാങ്ങി തിരിച്ചു കൊടുക്കുമോ KPCC? ഇന്നലെ ഇപ്പം നമ്മുടെ താമരച്ചാൽ ഐസക്കിന്റെ ചെക്ക് ഉണ്ടല്ലോ, CT ചന്ദ്രൻ ഒപ്പിട്ട് കൊടുത്ത്, നിങ്ങളെ കോൺഗ്രസിന് നെന്മേനി മണ്ഡലം പ്രസിഡന്റാണ്, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ചെക്ക് ഉണ്ട്. KPCC പണം കൊടുക്കുമോ? കോൺഗ്രസ് എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളുടെ നേതാക്കന്മാർ നാട്ടിലെ പാവപ്പെട്ട ചെറുപ്പക്കാരോടും കർഷകരോടും തൊഴിലാളികളോടും വാങ്ങിക്കിട്ടിയ ഏതാണ്ട് 20 കോടി രൂപയോളുണ്ട്. ആര് കൊടുക്കും ആ തുക? അതിന് നിങ്ങൾ ഉത്തരം പറയൂ. നിങ്ങൾ IC ബാലകൃഷ്ണൻ മാത്രം ന്യായീകരിച്ചാൽ മതിയോ? ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ഐസക്കിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? അതേപോലെ പൈസ കിട്ടാനുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർ, അവരോട് നിങ്ങൾക്ക് പ്രതിബദ്ധയില്ലേ? നിങ്ങൾ അത് പറയൂ. അവരെല്ലാവരും നിങ്ങൾ തള്ളി പറയുകയാണോ IC ബാലകൃഷ്ണനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി? IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയും ശ്രീമാൻ സതീശനായിരിക്കുന്ന 2 ആംഗിൾ. അത് നേരത്തെ ശ്രീമാൻ ലാൽകുമാർ പറഞ്ഞു. അതെങ്ങനെയാണ് തലയെണ്ണുമ്പോൾ ഉണ്ടായ വിവരം? നേരത്തെ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി AICC തലയെണ്ണ നടത്തിയപ്പോൾ IC ബാലകൃഷ്ണൻ ആദ്യം ഇവിടെ നിന്നു, പിന്നെ അവിടെ നിന്നുള്ള ചരിത്രമൊക്കെ നാട്ടുകാർക്കറിയാം. അപ്പൊ അതെല്ലാമാണ് ആ പ്രൊട്ടക്ഷൻ പ്രശ്നം. ഇവിടെ വയനാട്ടിലെ ജനങ്ങൾ കേട്ടത് കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. അദ്ദേഹം ഞങ്ങൾക്കറിയാം, ആ കോൺഗ്രസ്സുകാരനായ ഒരു മനുഷ്യൻ സ്വന്തം മകനെ, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കൊലക്കേസിലെ പ്രതിയാണ്. പരാശ്രയമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു മകന് വിഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം വിഷം കഴിച്ചത്. വിജയേട്ടൻ രക്ഷപ്പെടുകയും മകൻ മരിക്കുകയും ചെയ്താൽ കൊലക്കേസിലെ പ്രതിയാകുമായിരുന്നു വിജയേട്ടൻ. അങ്ങനെ ചെയ്യോ വിജയേട്ടൻ? എന്തിനു വേണ്ടിയാണ് ചെയ്തത്? ഇതിന് ഉത്തരം വേണ്ടേ KPCCക്ക്? കേരളം ഭരിച്ചിരുന്ന പാർട്ടിക്ക്, ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിക്ക്, സ്വാതന്ത്ര്യ സമരത്തിന്റെ വലിയ പൈതൃകമുണ്ടെന്ന് പറയുന്ന പാർട്ടിക്ക് ഇത് നാട്ടുകാരുടെ ഉത്തരം പറയാൻ ബാധ്യല്ലേ? എന്നിട്ട് ഇത്രമാത്രം ഈ തട്ടിപ്പിലെല്ലാം പങ്കാളിയായ ശ്രീമാൻ IC ബാലകൃഷ്ണൻ വിശുദ്ധനാണ് എന്ന് മാത്രമാണ് തീരുന്നതാണോ പ്രശ്നം? അങ്ങനെ പറഞ്ഞാൽ ഉത്തരം തീരുവോ? ഓക്കെ, അതാണ് വിശദീകരിക്കേണ്ടത്. അപ്പൊ ഈ രൂപത്തിലേക്ക് വന്ന പ്രശ്നങ്ങൾ ശ്രീമാൻ ND അപ്പച്ചൻ ആക്ഷേപം ഉൾപ്പെടെയുള്ള കഥകളുണ്ട് വയനാട്ടിൽ. ശരി, സുരേഷ് നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ വരാം സുരേഷ് വരാം. ഒട്ടും ചെറുതല്ലാത്ത വലിയ കളികൾ തന്നെയാണ് വയനാട്ടിൽ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ നേതാക്കൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ഇരകളായത് ആ പാർട്ടിയുടെ തന്നെ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൗരവമായ വശം. എന്നിട്ടിപ്പോൾ ആ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ആകെ വലിയ ആക്ഷേപം ഉയരുന്ന നേതൃത്വത്തെ, വയനാട്ടിലെ നേതൃത്വത്തെ, അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നു. ഈ പണം കൊടുത്ത് കിട്ടുമെന്ന പ്രത്യാശയോടെ ഇപ്പോഴും കാത്തിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും ആ വിധം തള്ളിപ്പറയുകയല്ലേ എന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയിൽ നേരത്തെ ഉയർന്നു വന്നതാണ്. അതായത് കഴിഞ്ഞ ഭരണസമിതി, ഈ അർബൻ ബാങ്കിൻ്റെ കഴിഞ്ഞ ഭരണസമിതി, ഇപ്പോൾ ശ്രീ സുരേഷ് പറഞ്ഞ പ്രശ്നം വസന്ത് കൂടി കേൾക്കാൻ വേണ്ടിയാണ്. വസന്ത് ഉടനെ തന്നെ സണ്ണിയെ ഞങ്ങൾ പുറത്താക്കി, സണ്ണി CPM പോയല്ലോ എന്ന് പറയുമെന്നും എനിക്കറിയാം. പക്ഷേ മുൻ ഭരണസമിതിയുടെ ചെയർമാൻ സണ്ണി അദ്ദേഹത്തോട് ഈ പറഞ്ഞ 17 പേരെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ജോലി നൽകണം എന്ന് പറഞ്ഞു. പക്ഷേ യോഗ്യതാ പരീക്ഷ എഴുതാത്തവരുണ്ട്, പരീക്ഷയിൽ ഏറ്റവും താഴ്ന്ന മാർക്കുള്ളവരുണ്ട്, അവരെ ഒരു തരത്തിലും എടുക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നു. അങ്ങനെ വന്ന ഘട്ടത്തിൽ അവർക്ക് ജോലി കൊടുക്കാതിരുന്നു. സ്വാഭാവികമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ കൃത്യമായി ഈ രാഷ്ട്രീയ അധികാരമുള്ള ആളുകൾ, അങ്ങനെ യുക്തിസഹമായി ആലോചിച്ച് നോക്കാം വസന്ത്, കൃത്യമായി ഒഴിവാക്കി.
ഇത് ചെയ്യാൻ കഴിയുമോ എന്ന നിയമപരമായ പരിശോധനകൾ, സഹകരണ സംവിധാനങ്ങളുടെ പരിശോധനകൾ അദ്ദേഹം നടത്തിയതിനെക്കുറിച്ച് സുരേഷ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. നമുക്കേതായാലും സണ്ണി തന്നെ അക്കാര്യങ്ങൾ പറയുന്നതൊന്ന് കണ്ടുകൊണ്ട് ചർച്ചയുടെ ബാക്കി ഭാഗത്തിലേക്ക് വരാം. ലാലിലേക്ക് വരാം, പിന്നീട് വസന്തിലേക്കും. സണ്ണി പറഞ്ഞു നടപടികൾ തുടങ്ങുന്നത് നമ്മൾ പേപ്പറിൽ അഡ്വർടൈസ് ചെയ്ത് ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഏജൻസീസിനെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിച്ച് എക്സാം നടത്തി അവർ തരുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് നൽകുക. അന്ന് 3 പിയൂനും 3 വാച്ച്മാനും വേണ്ടിയിട്ടാണ് നമ്മൾ ലിസ്റ്റ് പബ്ലിഷ് ഇത് കൊടുത്തത്. അതിന് കുറേ ആപ്ലിക്കേഷൻസ് വന്നിരുന്നു. ആ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ എക്സ്റ്റേണൽ ഏജൻസിനെ ഏൽപ്പിച്ചു. അവർ പരീക്ഷ നടത്തി, അവർ റാങ്ക് ലിസ്റ്റ് തന്നു. ആ റാങ്ക് ലിസ്റ്റ് തന്ന് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അന്നത്തെ DCC പ്രസിഡന്റും MLA-യും ആയിരുന്ന ശ്രീ IC ബാലകൃഷ്ണൻ ഒരു എമർജൻസി മീറ്റിംഗ് ഉളകപ്പാട് വെച്ച് കൂടി. ആ മീറ്റിംഗിൽ എന്നോടുകൂടെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വേറെ അജണ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു അജണ്ട അർബൻ ബാങ്കിലെ അപ്പോയിന്റ്മെന്റിൽ ആ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കണം, അത് നിർബന്ധമായി നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു 17 പേരുടെ പേരോളം എനിക്ക് പറഞ്ഞു തന്നു. അവരിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കാമെന്നോ കൊടുക്കില്ല എന്ന് പറഞ്ഞില്ല. കാരണം ഞാൻ ഈ ലിസ്റ്റ് പഠിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഞാൻ വന്ന് ആ ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അതിലെ ആർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു. കാരണം എല്ലാവരും റാങ്കിൽ വളരെയധികം പിന്നോക്കായിരുന്നു. അതുപോലെ തന്നെ 1-2 പേർ ലിസ്റ്റിലും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കാൻ പറ്റാത്ത കാരണം അന്നത്തെ സഹകരണ ഇതിലെ കൺവീനറായിരുന്ന ശ്രീ PV ബാലചന്ദ്രന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് അപ്പോയിന്റ്മെന്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇത് നോക്കിയപ്പോൾ ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ചെയർമാൻ സ്ഥാനത്ത് മാറ്റി തൽക്കാലം എപ്പോഴായാലും വേറൊരു ചെയർമാനെ അപ്പോയിന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനെ വിസമ്മതിച്ചുകൊണ്ട് ബാലചന്ദ്രനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ റാങ്ക് ലിസ്റ്റിലെ മെറിറ്റ് അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുത്തോളൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിലെ മെറിറ്റ് അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുത്തു. ഈ അപ്പോയിന്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പലരും പല പ്രാവശ്യമായിട്ട് ബാങ്കിൽ വന്ന് എന്റെ പേരിലില്ലോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. അപ്പൊ അവരോട് 1-2 പേര് എന്നോട് ചോദിച്ചു, ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ താഴെയാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ബഹളം കൂടിക്കഴിഞ്ഞപ്പോഴാണ് പല പരാതികൾ വരുന്നത് സാമ്പത്തിക ഇടപാടുകളുടെ കാര്യം. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുള്ള കാര്യമൊന്നും ആരെങ്കിലും സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നും എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല, ഞാനിട്ട് ചോദിച്ചിട്ടുമില്ല. ഒരു കാൻഡിഡേറ്റ് എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട് എന്ന്. അതിനെപ്പറ്റി എനിക്ക് യാതൊരു അറിവുമില്ല. ആകപ്പാടെ ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് തോന്നുന്നത്, KPCCയുടെ മുമ്പിൽ അവർ പറഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഞാൻ ആളുകളെ കയറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തെറ്റ്. അതിന്റെ പ്രതിഫലമായിട്ട് അവർ എന്നെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് ഇവിടെ നടന്ന സംഭവം. ഞാൻ ലാലിലേക്കാണ് വരുന്നത്. ലാലെ, വളരെ ക്യുക്കായ ഒരു ചെറിയ റെസ്പോൺസ്. നേരത്തെ കരാറിൽ IC ബാലകൃഷ്ണൻ്റെ പേരുണ്ട്, പക്ഷേ ഒപ്പില്ലല്ലോ എന്ന ഒരു ന്യായം പറഞ്ഞു. അതിനൊരു ലീഗൽ സൈഡിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് അതൊരു കുരുക്കും പ്രശ്നമല്ല എന്ന് പറയുമ്പോൾ, മുൻ ഭരണസമിതിയുടെ ചെയർമാൻ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നടത്തുന്ന ഗൗരവതരമായ വെളിപ്പെടുത്തൽ, ഇപ്പോഴൊരു അന്വേഷണം നടന്നു വരുന്നു, ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, ആ തട്ടിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഇടനില നിന്നയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് വന്നിട്ടുള്ള അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ കണക്ഷൻ, ലീഡർഷിപ്പ് കണക്ഷൻ, അതിൽ പലതും വെളിപ്പെടുന്നത് ഈ അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണോ? ഡോക്ടർ സണ്ണി, മുൻ ഭരണസമിതി ചെയർമാൻ പറയുന്ന വാക്കുകൾ ഇനി നടക്കാൻ പോകുന്ന അന്വേഷണത്തിൽ പ്രധാനപ്പെട്ടതാണോ, ഗൗരവമുള്ളതാണോ? നിശ്ചയമായും ഒരു സംശയവും വേണ്ട. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പോലീസ് ഉറപ്പായിട്ടും ഇൻവെസ്റ്റിഗേഷന് ഒരു ലീഡിങ് ലൈറ്റായിട്ട് തന്നെ കണക്കാക്കുന്നതാണ് ഞാൻ കണക്കാക്കുന്നത്. നോക്കൂ, ഇവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന അനുസരിച്ച് എന്താണ്,
മെറിറ്റില്ലാത്ത ആൾക്കാരെ പോലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞു വരുന്നത്. മെറിറ്റിൽ താഴെ കിടക്കുന്ന ഒരാളെ ലിസ്റ്റിൽ മേളിൽ കൊണ്ടുവന്ന് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പണം കിട്ടാതെ അത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. എന്നുവെച്ചാൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയവന് അത് കൊടുക്കുക, അത് കൊടുക്കാതെ 18ാമത് റാങ്ക് കിട്ടിയവന് അത് കൊടുത്തേക്കാം എന്ന് വിചാരിക്കണമെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അതിനകത്ത് കറപ്ഷൻ ഇല്ലേ? കറപ്ഷൻ ഇല്ലാതെ അത് ഒരു കാരണവശാലും ചെയ്യത്തില്ല എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലീഡിംഗ് ലൈറ്റ്. എനിക്കൊരു സംശയമില്ല. that will give a very good direction for the police to investigate in the further stages. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ. ഐ സി ബാലകൃഷ്ണനെ സംബന്ധിച്ച് അങ്ങേയറ്റം കുരുക്കാകുന്ന ശക്തമായൊരു വെളിപ്പെടുത്തൽ തന്നെയാണിത്. പോലീസ് അന്വേഷണത്തിൽ വളരെ കൃത്യമായി അന്വേഷണത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന പല പല വിവരങ്ങളും ഡോക്ടർ സണ്ണി, മുൻ ഭരണസമിതി ചെയർമാൻ, പറഞ്ഞതിൽ ഉണ്ട് താനും. വസന്ത്, ഈ വിഷയം ഐ സി ബാലകൃഷ്ണനിലേക്ക് മാത്രമായി ചുരുക്കേണ്ടതുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ മറ്റു പലരുമുണ്ട്. മണ്ഡലം പ്രസിഡന്റ് ചെക്ക് എഴുതി കൊടുത്ത് ഇതുപോലെ തൊഴിൽ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുൽപ്പള്ളി ബാങ്കിലേക്ക് പോയാൽ അവിടെ ഈ തട്ടിപ്പുകളുടെ പേരിൽ ജയിലിൽ കിടന്നത് KPCC ജനറൽ സെക്രട്ടറി ആണെന്ന് ആലോചിക്കണം. ഇപ്പോഴും ഒരാൾ അവിടെ ജയിലിൽ തുടരുകയാണ്. അപ്പോൾ വയനാട്ടിലെ സഹകരണ രംഗത്ത് കോൺഗ്രസിൻ്റെ സ്വാധീനം ഉള്ള ബാങ്കുകളിലും സംവിധാനങ്ങളിലും വലിയ അഴിമതി പലയിടങ്ങളിലും നടക്കുന്നു. അതിൽ DCC നേതൃതലം മുതൽ അതിലൊക്കെ നിന്ന ഒരാൾക്ക് ബലിയാടാകുന്നൊരു ഘട്ടത്തിൽ ആത്മഹത്യയും ചെയ്യേണ്ടി വരുന്നു, ജില്ലാ ട്രഷറർക്ക്. അങ്ങനെ ഒരു ജില്ലയിലെ കോൺഗ്രസ് സംവിധാനമാകെ ഏറ്റവും അധികം അഴിമതി നിറഞ്ഞു നിൽക്കുമ്പോൾ, ഈ തട്ടിപ്പ് നടത്തുമ്പോൾ അതിനെ ശുദ്ധീകരിക്കേണ്ട നേതൃത്വവും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു നിർഭാഗ്യകരമായ കാഴ്ചയല്ലേ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കാം. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, വിജയേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് 2 പരാതികളാണ് നിലവിലുള്ളത്. ഒന്ന്, പോലീസ് സ്വമേധയാ എടുത്ത അസ്വാഭാവിക മരണത്തിന്റെ കേസ്. 2, IC ബാലകൃഷ്ണൻ തന്നെ ഇതിലെ വ്യക്തത വരുത്തണം, അന്വേഷണം നടക്കണം എന്ന് ആവശ്യപ്പെടുത്തി കൊടുത്ത കേസ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ വലിയ കാര്യത്തോടു കൂടി ഒരു വീഡിയോ ബൈറ്റ് കാണിച്ചല്ലോ. ആരുടെയാണ്? ഡോക്ടർ സണ്ണിയുടെ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനും അത് പറഞ്ഞു. ഡോക്ടർ സണ്ണി ഒരു പുസ്തകം എഴുതി, അത്രയും അവിശ്വാസത്തിലൂടെ വ്യക്തമായ വിശ്വാസം. ഈ സണ്ണി ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് 2019-ലാണ്. നിങ്ങളുടെ കൂടെ ചേർന്നതും അതേ വർഷം. പിന്നീട് 4 വർഷം നിങ്ങളെ പുറത്താക്കിയത് എന്തുകൊണ്ടെന്ന് പറയും. നിങ്ങൾ അയാളിൽ ക്രമക്കേട് വസന്ത ആരോപിക്കുകയല്ലേ ചെയ്ത? അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തെറ്റായ കാര്യം ചെയ്യാൻ ഇപ്പോൾ ആരോപിതനായ IC ബാലകൃഷ്ണൻ നിർബന്ധിച്ചു. 6 പോസ്റ്റിന് 17 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഇവരെല്ലാം യോഗ്യതാ പരീക്ഷയിൽ താഴെയുള്ള ആളുകൾ, കൊടുക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിൽ ഒരു ഭരണസമിതി ചെയർമാൻ എത്തപ്പെടുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്റെ ചോദ്യം, ശ്രീ ശരത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി നിങ്ങളുടെ കൂടെ വന്ന ഡോക്ടർ സണ്ണിക്ക് ഒരു വെള്ളപ്പേപ്പറിൽ പരാതി എഴുതി കൊടുക്കാൻ ധൈര്യമില്ലായിരുന്നോ? ഈ കേരളത്തിലെ പിണറായിയുടെ പോലീസിനെ വിശ്വാസമില്ലായിരുന്നോ? ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ധാർമ്മികപരമായി KPCCയും വസന്തും എല്ലാവരും കൂടെ ചേർന്ന് എന്തിനാണ് IC ബാലകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, IC ബാലകൃഷ്ണൻ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല. IC ബാലകൃഷ്ണൻ പ്രതി ചേർക്കപ്പെട്ട് ജയിലിൽ പോയിട്ടില്ല. ജയിലിൽ പോയി തിരിച്ചു വന്ന ആളെ സ്വീകരിക്കാൻ പോയത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ PK ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങളാരും IC ബാലകൃഷ്ണൻ ബാലകൃഷ്ണന്റെ ആസ്തി വെളിപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വം KPCC തയ്യാറാണോ? ഇന്നലെ DYFI അടക്കം ഗൗരവമായ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. IC ബാലകൃഷ്ണൻ MLA-യുടെ ആസ്തി ഈ കാലയളവിന് മുമ്പും ഇപ്പോഴും ഉള്ളത് കൊടുക്കാമോ? ഇതിനു മുമ്പും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് മുമ്പിൽ സമരം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട്. ആ സമരത്തിന്റെ സമയത്താണ് ഞങ്ങളുടെ അന്വേഷണ കമ്മീഷൻ ഈ ഡോക്ടർ സണ്ണിയെയും ഈ വിശ്വനാഥനെയും പിടിച്ച് പുറത്താക്കുന്നത്. ആ പുറത്താക്കിയ ശേഷം DYFI വിചാരിക്കുന്ന കോൺഗ്രസ് ഇപ്പൊ നട്ടം തിരിയല്ലേ വയനാട്ടില്? സമരം പിൻവലിച്ചു. എവിടെ പോയി DYFI? ഒരു വെള്ളപ്പേപ്പർ, ഒരു വെള്ളക്കടലാസി പരാതി കൊടുക്കുക IC ബാലകൃഷ്ണനെതിരെ. നിങ്ങളുടെ ട്രഷറർ മരിച്ചിട്ടും ഞാൻ വീണ്ടും പറയുന്നു, തുടക്കത്തിലും സൂചിപ്പിച്ചു, പ്രിയങ്ക ഗാന്ധിക്ക് എന്താണ് ഒരു അനുശോചനം പോലും അറിയിക്കാൻ കഴിയാതെ പോയത് സ്ഥലം MP-ക്ക്? എന്തുകൊണ്ടാണ് വസന്തിന് അറിയോ? ഞാൻ ചോദിക്കട്ടെ, പ്രിയങ്ക ഗാന്ധിക്ക് അനുശോചിക്കാൻ പറ്റിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. നിങ്ങളാണല്ലോ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷം, ഈ സംസ്ഥാനത്തെ മുഖ്യ പ്രതിപക്ഷം. നിങ്ങളുടെ ഒരു ജില്ലയിലെ പ്രമുഖനായ നേതാവ് മരിച്ചിട്ട് ഒരു അനുശോചനം പോലും നൽകാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയാതെ വന്നാൽ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. സുരേഷ്, ഇന്നലെ മാധ്യമങ്ങളെ കണ്ട നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി റഫീഖ് പോലും ഒരു വെള്ളപ്പേപ്പറിൽ പരാതി കൊടുക്കാത്തത് ഞങ്ങളുമായിട്ട് സെറ്റിൽ ചെയ്തിട്ടാണോ? അങ്ങനെ BJP നാളെ ആരോപിച്ചാൽ എന്ത് പറയാൻ പറ്റും?
ഞങ്ങളുമായിട്ട് സെറ്റിൽമെന്റ് വസന്ത് പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട്, സുരേഷ് അതിനകത്ത് ഇത്രേ ഉള്ളൂ, നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, നിങ്ങൾ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല, ഡോക്ടർ സണ്ണി എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല, സണ്ണി പിന്നീട് CPI കാരനായല്ലോ, എന്നാൽ പിന്നെ ഒരു പേപ്പർ എഴുതിയിട്ട് IC ബാലകൃഷ്ണനെതിരെ അങ്ങ് കേസ് കൊടുക്കാമായിരുന്നില്ലേ എന്ന രീതിയാണ് വസന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. താങ്കളുടെ കൂടി ഒരു മറുപടി ചുരുക്കി. അരി എത്ര എന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്ന് പറയുന്ന ഗതികേടിലാണ് കോൺഗ്രസ് പ്രതിനിധി ഇന്ന് ഫോറിലിരിക്കുന്നത്. ഞാൻ അദ്ദേഹം ആവർത്തിച്ച് തെറ്റുകൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വനാഥൻ എന്ന് പറയുന്ന ആളെ നിങ്ങളുടെ പാർട്ടി പുറത്താക്കിയിട്ടില്ല. 1. 2, ഡോക്ടർ സണ്ണി ജോർജ് അല്ല, KP തോമസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ശ്രീ വസന്തിന് അറിയാത്തതുകൊണ്ടായിരിക്കും. അദ്ദേഹം ദീർഘകാലം KPCC മെമ്പറായിരുന്നു, DCC പ്രസിഡന്റായിരുന്നു, അദ്ദേഹം ബാങ്കിന്റെ ചെയർമാനായിരുന്നു. അദ്ദേഹത്തോട് ശ്രീമാൻ IC ബാലകൃഷ്ണൻ പറഞ്ഞ് നിയമിക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിട്ടാണ് നിങ്ങൾ സണ്ണിയെ കൊണ്ടുവന്നത്. നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നില്ല? KP തോമസിനെ പുറത്താക്കിയിട്ടാണ്, അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയിട്ടാണ് ഡോക്ടർ സണ്ണിയെ കൊണ്ടുവന്നത്. പിന്നെ അടുത്തത്, ഡോക്ടർ സണ്ണി ഇപ്പോഴും ഞങ്ങളുടെ പാർട്ടി അല്ലാന്നേ. നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ അഴിമതി നീക്കത്തിൽ പ്രതിഷേധം കൊണ്ട് സഹകരണ മുന്നണി എന്നൊന്ന് മുന്നണി ഉണ്ടാക്കിയപ്പോൾ അതിൽ ഞങ്ങൾ കൂട്ടി മത്സരിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. CPM ചേർന്നിട്ടില്ല, പാർട്ടിയുടെ ഒരു ഘടകത്തിലും വന്നിട്ടില്ല. പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയുടെ സമ്മേളനം ബത്തേരി നടന്നത്, അതിൽ പോലും പങ്കെടുക്കാത്ത ആൾ, പാർട്ടി അനുഭാവി പോലല്ല ഡോക്ടർ സണ്ണി. അപ്പൊ നിങ്ങൾ തെറ്റായ വിവരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാർട്ടി ഇത് സംബന്ധിച്ചുള്ള പരാതി കൃത്യമായി ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നാളെ പരാതി തയ്യാറാക്കി, ഞാൻ പരാതി പറഞ്ഞു കഴിഞ്ഞു, പോലീസ് അധികാരിയോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ രേഖാമൂലം തന്നെ കൊടുക്കും. ഞങ്ങൾ പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. 1, ഇതിനകത്തുള്ള ശ്രീമാൻ IC ബാലകൃഷ്ണ പങ്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞു, മണ്ഡലം DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ ഇരിക്കുമ്പോൾ മണ്ഡലം പ്രസിഡന്റ് വരെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി വല വീശിയിട്ടാണ് പണം പിരിച്ചത്. ആ പണത്തിന്റെ സിംഹഭാഗവും IC ബാലകൃഷ്ണനിലേക്കാണ് കൊണ്ടുപോയത്. അതിന്റെ പ്രധാനപ്പെട്ട ഇടനിലക്കാരനായിരുന്നു വിജയേട്ടൻ. അവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അവരെല്ലാം വന്ന് അദ്ദേഹത്തോട് പണം ചോദിക്കുന്നു. അതുണ്ടാക്കി ഇറിറ്റേഷനാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചെന്നുള്ള വിശ്വാസമാണ്. അതാണ് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം. രണ്ടാമത്തേത്, ഇന്നലെ ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഐസക് പറഞ്ഞ കാര്യം, അതിലും തെളിവും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ഞങ്ങൾ പറഞ്ഞു, IC ബാലകൃഷ്ണന്റെ ഫോൺ കോളും അദ്ദേഹത്തിന്റെ ഡ്രൈവറുടെ ഫോൺ കോളും പരിശോധിക്കണം. ഈ വിജയേട്ടൻ മരിക്കുന്നതിന്റെ പുറകോട്ടുള്ള ഒരു മാസക്കാലത്തെ ഫോൺ കോൾ പരിശോധിക്കണം. വിജയേട്ടന്റെ ഫോൺ കോൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. IC ബാലകൃഷ്ണ ഫോൺ കോൾ പരിശോധിക്കണം. മറ്റൊന്ന്, 2011 MLA ആവാൻ ആദ്യം സുൽത്താൻ ബത്തേരി അസംബ്ലി മണ്ഡലത്തിൽ മത്സരിക്കാൻ വേണ്ടി ശ്രീമാൻ IC ബാലകൃഷ്ണൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നോമിനേഷൻ കൊടുക്കുന്ന വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് ആർത്തിയെക്കുറിച്ച്, ബാധ്യയെക്കുറിച്ച് 2023 അതിലെ വ്യത്യാസം ഇപ്പോൾ പരിശോധിക്കണം. അങ്ങനെ വലിയ രൂപത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സ്വത്തിലുണ്ടായുള്ള വർധനവ്, ഈ ഉയർന്നു വന്ന കാര്യങ്ങൾ, ഇതെല്ലാം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ വിശദമായി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട്, രേഖാമൂലം തന്നെ ഞങ്ങൾ പറയാം. പിന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, വീണ്ടും തെറ്റാണ്. ശ്രീമാൻ IC ബാലകൃഷ്ണൻ സമഗ്രമായി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അദ്ദേഹത്തിന് പരാതി ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എന്താ? സ്റ്റേറ്റ്മെന്റ് വിജയേട്ടന്റെ ചിതയിലെ ചൂടാറും മുമ്പേ IC ബാലകൃഷ്ണൻ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കൊലപ്പെടുത്തരുത്, അപമാനിക്കരുത്. എന്താ അറിയോ സ്റ്റേറ്റ്മെന്റ്? പുറത്ത് വന്ന രേഖ വ്യാജ രേഖയാണ്, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. അതിന് ഞാൻ SP പരാതി കൊടുത്തിട്ടുണ്ടെന്നാ. IC ബാലകൃഷ്ണന്റെ പേരുണ്ടെന്ന് പറഞ്ഞ ആ രേഖ വ്യാജാന്നാ ഞങ്ങൾ ചോദിച്ചിരുന്നല്ലേ. സുരേഷ്, നമ്മുടെ സമയം കൂടി പരിഗണിച്ചുകൊണ്ട് വളരെ ഗൗരവമുള്ളൊരു വിഷയം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒന്ന് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇതിൽ മറ്റൊരു ഭാഗം കൂടിയുണ്ട്, വളരെ ക്വിക്കായി താങ്കളുടെ ഒരു റെസ്പോൺസ് മാത്രം അതിൽ മതി. മാധ്യമങ്ങൾ വയനാട്ടിലെ ഈ വളരെ ഗൗരവമായ വാർത്താ റിപ്പോർട്ടിങ്ങിൽ എടുക്കുന്നൊരു നിലപാട് മാധ്യമങ്ങൾ കൂടുതലായി വിമർശിക്കപ്പെടുന്നതിനിടയാക്കുന്നുണ്ടോ? ഇന്ന് മന്ത്രി MB രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അല്ല, വളരെ കറക്റ്റായ കാര്യമാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി വിടുപണി എടുക്കുന്ന പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇത് ഈ ഫ്ലോറിൽ എനിക്ക് തോന്നുന്നു 50ാമത്തെ തവണയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഒരു പ്രശ്നം നടക്കുന്നു. CPIM ആയിരുന്നു, ഒരു CPIMൻ്റെ MLAക്കെതിരെയാണ് ഇത് എഴുതി വെച്ചിട്ട് ഇവിടെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്തേനെ? ഇവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ വാർത്തയെ ഇവൻറ്റുകളാക്കി മാറ്റുകയും അത് സെലിബ്രേറ്റ് ചെയ്യുകയും അതിൻ്റെ പുറകെ ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംസ്കാരമാണ്. ഇവിടെ 1-2 ചർച്ച നടത്തും എന്നുള്ളതല്ലാതെ ഒരു മനുഷ്യൻ ഒരാൾ ആത്മഹത്യ ചെയ്യല്ല, അദ്ദേഹത്തിൻ്റെ മകനെ അദ്ദേഹം ഇല്ലാതാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? നോക്കൂ, കേരളത്തിൽ ഒരു ADMൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കും. ചർച്ചകൾ നടക്കട്ടെ, അത്യാവശ്യമായി നടക്കേണ്ട ചർച്ചകളാണത്, കാര്യം പൊതുസമൂഹത്തിൽ നടക്കേണ്ട ചർച്ചകളാണ്. പക്ഷേ അത് ഒരു 30 ദിവസമെങ്കിലും കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണ്. 30 ദിവസമെങ്കിലും. ആ 30 ദിവസത്തിന് ഇത് 30 മണിക്കൂർ ചർച്ച ചെയ്യണ്ടേ? 30 മണിക്കൂർ. ശരി, ആ 30 മണിക്കൂർ അവർ ചർച്ച ചെയ്ത വിഷയം 3 മണിക്കൂർ ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറാണ്ടേ? ഞാൻ പറഞ്ഞതിൽ
30 മണിക്കൂർ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണല്ലോ. ഒരു 30 ദിവസം ചർച്ച ചെയ്ത വിഷയത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും ഈ വിഷയം പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ചർച്ച ചെയ്യാൻ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു മാധ്യമ സംസ്കാരമായി കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന് വേണ്ടി വി.ഡി. സതീശന് വേണ്ടി പണിയെടുക്കുന്ന ഒരു ഗ്രൂപ്പായി ഇത് മാറി എന്നുള്ളത് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. അത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കും. കാര്യം അത് തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് മാധ്യമധർമ്മം എന്ന് പറഞ്ഞ പറയാൻ പോലും ഒരു അർഹതയില്ലാത്ത ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. ഏതൊക്കെ തരത്തിൽ തമസ്കരിക്കാൻ ശ്രമിച്ചാലും അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു വിഷയമായി വയനാട്ടിലെ കോൺഗ്രസ് DCC ജനറൽ ട്രഷററുടെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ആത്മഹത്യ, അതേ തുടർന്നുണ്ടായ സാഹചര്യം, ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വവും മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും എത്രമാത്രം തമസ്കരിക്കാൻ ശ്രമിച്ചാലും അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമായി കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഷ്ട്രീയ നേതൃത്വം തയ്യാറാകേണ്ടി വരുന്ന ഒരു പശ്ചാത്തലം, ശക്തമായ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉരുത്തിരിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.